السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നുൽ ജൗസി റഹിമഹുള്ളയുടെ ആദാബുൽ ഹസനുൽ ബസരി സുഹ്ദുഹു വ മവാഇദുഹു എന്ന കിതാബാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ അതിൻ്റെ 7ാമത്തെ ഫസിൽ, ആ കിതാബ് 8 ഫസിലുകളിലായിട്ടാണുള്ളത്. അതിൽ 7ാമത്തെ ഫസിൽ ഭരണാധികാരികളുമായിട്ട് ഹസനുൽ ബസരി റഹിമഹുള്ള ഉണ്ടായ സംഭവങ്ങളും എഴുത്തുകളുമെല്ലാമാണ് പറഞ്ഞത്. അതിൽ ഇനി വരുന്ന ഭാഗങ്ങൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ഖലീഫയായിരുന്നു. ഹസനുൽ ബസരി റഹിമഹുള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഖലീഫയായിരുന്നു. അദ്ദേഹം ആദ്യ സമയത്ത് മദീനയിലെ മലിക് വലീദിന്റെ കാലത്ത് മദീനയിലെ ഗവർണറായിട്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത്, വലീദിന്റെ ഖിലാഫത്തിന് ശേഷം, മരണത്തിന് ശേഷം പിന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മൊത്തം ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായി മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ ഇബ്നു അൽ ഹക്കം ഇബ്നു അബിൽ ആസ് ഇബ്നു ഉമയ്യ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ആലിമാണ്. അതുപോലെ തന്നെ ധാരാളം ഇജ്തിഹാദ് ചെയ്തിരുന്ന, ഇബാദത്തിൽ ധാരാളം ചെയ്തിരുന്ന ആളായിരുന്നു. സാഹിദാണ്. അമീറുൽ മുഅ്മിനീൻ എന്നുള്ള പേരിൽ പ്രത്യേകമായി അറിയപ്പെട്ടിരുന്നു. 2ാം ഉമർ എന്ന് സ്ഥാനപ്പേര് ഇസ്ലാമിക ലോകം നൽകിയ വ്യക്തിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വളരെയധികം ഇസ്ലാമിക ലോകത്ത് നീതി നടപ്പിലായിരുന്ന, അതിന്റെ ബറക്കത്തുകൾ തന്നെ പ്രത്യക്ഷമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഹസനുൽ ബസരി റഹിമഹുള്ള, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ രണ്ടുപേരുടെ ജീവിതം സലഫുകൾ പ്രത്യേകം എടുത്തു പറയാറുള്ള രണ്ടാളുകളാണ്. അഥവാ സലഫുകളിൽ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെയും ഹസനുൽ ബസരിയെയും പ്രത്യേകം, അവർ വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകത ഒന്ന് വേറിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു മുൻഗാമികളും പിൻഗാമികളൊക്കെ അറിയപ്പെട്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസനുൽ ബസരി റഹിമഹുള്ള അടിമയായിരുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രാജാവുമായിരുന്നു. പക്ഷെ രണ്ടുപേരും വളരെയധികം ജാഹിദീങ്ങളായിരുന്ന, വളരെയധികം ഇബാദത്തിൽ മുഴുകിയിരുന്ന, അതുപോലെ തന്നെ ധാരാളം ഇജ്തിഹാദ് ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ടുണ്ടായ ചില എഴുത്തുകളും സംസാരങ്ങളും അതുപോലുള്ള കാര്യങ്ങളാണ് അടുത്ത് വരുന്നത്. റൂയ അന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള കതബ ഇലൽ ഹസൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള ഒരിക്കൽ ഹസനുൽ ബസരി റഹിമഹുള്ളയിലേക്ക് കത്തയച്ചു. ഉക്തുബ് ഇലയ്യ യാ അബാ സഈദ് ബിമൗഇളത്തിൻ വഔജിസ്. അബാ സഈദ് ഹസനുൽ ബസരിയുടെ കുഞ്ഞത്താണ്. എനിക്ക് ഒരു ഉപദേശം നിങ്ങൾ എഴുതി അയക്കണം. അതൊരു ചുരുങ്ങിയ രീതിയിൽ മതി, കുറേയൊന്നും വേണ്ട, ചുരുങ്ങിയ രീതിയിൽ ഒരു ഉപദേശം എഴുതി അയക്കണം എന്ന് പറഞ്ഞു. ഫകതബ ഇലൈഹി. അപ്പോൾ ഹസനുൽ ബസരി റഹിമഹുള്ള അദ്ദേഹത്തിന് എഴുതി, أما بعد واعلم يا أمير المؤمنين أن الصبر وإن أذاقك تعجيل مرارته فلنعم ما عاقبك من طيب حلاوته. ഞാൻ പറഞ്ഞു, ക്ഷമ എന്നുള്ളത് അതിൻ്റെ ആദ്യത്തിൽ പെട്ടെന്ന് കയ്പാണുണ്ടാകുന്നത് എങ്കിലും അതിൻ്റെ അവസാനത്തിൽ വളരെയധികം മധുരം വരാനുണ്ട് എന്ന് പറഞ്ഞു. ക്ഷമയുടെ ഒരു പ്രത്യേകതയാണത്. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ഷമയാണെങ്കിലും, തിന്മ ഒഴിവാക്കുന്ന ക്ഷമയാണെങ്കിലും, അള്ളാഹുവിന്റെ ഖദറിൽ ക്ഷമിക്കുന്നതാണെങ്കിലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് സബർ എന്നുള്ളത്. പക്ഷേ ആ സബറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആദ്യത്തിലെ ആ ബുദ്ധിമുട്ട്, ആ കയ്പ്, അത് നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ തീർച്ച അതിന്റെ അവസാനത്തിൽ ഏറ്റവും നല്ല മധുരം വരാനുണ്ട്. എന്നാൽ ആ സബർ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെങ്കിലോ ആദ്യത്തിലും ബുദ്ധിമുട്ടായിരിക്കും, അവസാനത്തിലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം തന്നെ ഹസനുൽ ബസരി അത് ഓർമ്മിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, വഅലം യാ അമീറുൽ മുഅ്മിനീൻ അന്നൽ ഫായിസ മൻ ഹറസ അല സലാമതി ഫി ദാരിൽ ഇഖാമ. അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായിട്ടും വിജയി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞാൽ
നിലനിൽക്കുന്ന ഭവനമായ പരലോകത്ത് രക്ഷപ്പെടാൻ താല്പര്യം കാണിക്കുന്നവനാണ്. വഫാദ് ബിർറഹ്മതി ഫഉദ്ഖിൽ ജന്ന, അങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവൻ വിജയിക്കുകയും അവനങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്താൽ അവനാണ് യഥാർത്ഥ വിജയി എന്ന് പറഞ്ഞു. അത്രമാത്രമേ എഴുതിയച്ചു. മറ്റൊരു സംഭവം, വഖീല كتب عمر بن عبد العزيز إلى الحسن اكتب إلي يا أبا سعيد بذم الدنيا. ഹസൻ ബസ്രി റഹ്മഹുള്ളാഹിക്ക് മറ്റൊരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കത്തയച്ചു, നിങ്ങൾ ദുനിയാവിന്റെ നിന്ദ്യതയെ അറിയിക്കുന്ന രീതിയിൽ, ദുനിയാവിന്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ എനിക്കൊരു കത്തെഴുതണം എന്ന് ഹസൻ ബസ്രി റഹ്മഹുള്ളയോട് ആവശ്യപ്പെടുക. അവരെ തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരുന്നു. ഹസൻ ബസ്രി ഒന്നുകൂടിയും ഇൽമിന്റെയും അതുപോലെ തന്നെ ആ വിഷയത്തിൽ മുഴുകിയ ആളായിരുന്നു. ഉമർ അബ്ദുൽ അസീസ് ഇൽമുണ്ട്, പക്ഷെ കൂടുതൽ ഭരണകാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഈ രീതിയിൽ കത്തുകൾ അയക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഭരണാധികാരി എന്ന നിലക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഉലമാക്കളിലേക്ക് മടങ്ങുന്ന രീതിയിലും ഉലമാക്കൾ എന്ന രീതിക്ക് ആളുകളെ ഓർമ്മപ്പെടുത്തണമെന്നുള്ള ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് ഹസൻ ബസ്രി എഴുതാറുമുണ്ടായിരുന്നു. അപ്പോൾ ദുനിയാവിന്റെ നിന്ദ്യത വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ഒരു എഴുത്ത് എഴുതാൻ വേണ്ടി ഒരിക്കൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഹസൻ ബസ്രിയോട് കത്തയച്ചു. അപ്പോൾ അദ്ദേഹം തിരിച്ചയച്ചു, അമ്മാ ബഅദു യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറെ, ഫഇന്ന ദുനിയ ദാറു ബഅനിൻ വഇൻതിഖാലിൻ, തീർച്ചയായും ദുനിയാവ് എന്ന് പറഞ്ഞാൽ നശിക്കുന്നതും അതുപോലെ മാറ്റം വരുന്നതുമായിട്ടുള്ള ഒരു ഭവനമാണ്, നിലനിൽപ്പുണ്ടാവില്ല. വലൈസത് ബിദാരി ഇഖാമത്തിൻ അലാ ഹാലിൻ, ഒരവസ്ഥയിലും അതിന് സ്ഥിരത ഉണ്ടാകാൻ പോകുന്നില്ല. ദുനിയാവിന്റെ അവസ്ഥ എങ്ങനെയാണ്? ദുനിയാവിൽ ഏതൊരു കാര്യത്തിനും മാറ്റം ഉണ്ടാവും. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തണുപ്പും ചൂടും മാറി വരും. നമ്മുടെ വ്യക്തിപരമായ അവസ്ഥകളാണെങ്കിലും സന്തോഷവും ദുഃഖവും മാറി വരും. എല്ലാ കാര്യങ്ങളും, രോഗവും ആരോഗ്യവും മാറി വരും, സമ്പന്നതയും ദാരിദ്ര്യവും മാറി വരും. എല്ലാ കാര്യങ്ങളും മാറി മാറി വരുന്ന ഒരു ഭവനമാണ് ദുനിയാവ്. വഇന്നമാ ഉൻസില ഇലൈഹ ആദമു ഉഖൂബതൻ, ഈ ദുനിയാവിലേക്ക് ആദം നബി അലൈഹിസ്സലാം ഇറക്കപ്പെട്ടത് ഒരു ശിക്ഷയായിട്ടാണ്, അഥവാ സ്വർഗത്തിൽ ആ കനി തിന്നതിനുള്ള ഒരു ഉഖൂബത്തായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫഹ്ദർഹ, അതുകൊണ്ട് ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. فإن الراغب فيها تارك لها والغني فيها فقير والسعيد من أهلها من لم يتعرض لها. യഥാർത്ഥത്തിൽ നന്മയെ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ فإن الراغب فيها تارك لها, നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ദുനിയാവിനെ ഒഴിവാക്കുന്നവനാണ്. والغني فيها فقير, ദുനിയാവിൽ സമ്പന്നനായിട്ടുള്ളവൻ യഥാർത്ഥത്തിൽ ദരിദ്രനാണ്. വസ്സഈദു മിൻ അഹ്ലിഹാ മൻ ലം യതഅറദ് ലഹാ, ദുനിയാവിന്റെ ആളുകളിൽ സൗഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ ആ ദുനിയാവിനോട് പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ സൗഭാഗ്യവാന്മാർ. ഇന്നഹാ ഇദാ ഇഖ്തബറഹൽ ലബീബുൽ ഹാദിഖ്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ, ദുനിയാവിനെ കുറിച്ച് ഉറ്റാലോചിച്ച് പരിശോധിച്ചപ്പോൾ വജദഹാ തുദില്ലു മൻ അഅസ്സഹാ, അവർക്ക് മനസ്സിലായിട്ടുണ്ട് ദുനിയാവിന് ആരെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഇജ്ജത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് നിന്ദ്യത വരുത്തും. വതുഫർരിഖു മൻ ജമഅഹാ, ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പിന്നാലെ പോയി കഴിഞ്ഞാൽ അത് അവന്റെ കാര്യങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടേയിരിക്കും, ഛിന്നഭിന്നമാക്കിക്കൊണ്ടേയിരിക്കും. ഫഹിയ കസ്സുമ്മി യഅകുലുഹു മൻ ലാ യഅരിഫുഹു, ദുനിയാവിൽ മുഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമാണെന്നറിയാതെ ഒരു വിഷമെടുത്ത് കഴിക്കുന്നവനെ പോലെയാണ് ഒരു കാര്യം. അത് വിഷമാണെന്നവൻ അറിയില്ല, പക്ഷെ അവനതെടുത്ത് കഴിക്കുന്നവനെ പോലെയാണ്. വയർഗബു ഫീഹാ മൻ യജ്ഹലുഹു, ദുനിയാവിനോട് അതിയായ താല്പര്യം കാണിക്കുന്നവൻ യഥാർത്ഥത്തിൽ ആ ദുനിയാവിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ജഹലുള്ളവനാണ്, അറിയാത്തവനാണ്. വഫീഹി വല്ലാഹി ഹത്ഫുഹു, അള്ളാഹുവാണ് അതിലൂടെ അവന്റെ നാശമുണ്ടാകും. ഫകുൻ ഫീഹാ യാ അമീറുൽ മുഅ്മിനീൻ, അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ താങ്കൾ ഈ ദുനിയാവിലാകേണ്ടത് കൽ മുദാവി ജിറാഹു, തന്റെ ശരീരത്തിൽ ബാധിച്ച ഒരു മുറിയെ ചികിത്സിക്കുന്നവനെ പോലെയായി മാറുക. ശരീരത്തിൽ ഒരു മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുന്നവനെ പോലെയാകുക. യഹ്തമി ഖലീലൻ മഖാഫത മാ യക്റഹു തവീലൻ, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവേറ്റുണ്ടെങ്കിൽ കുറച്ചു കാലം നമ്മൾ എന്ത് ചെയ്യും? അതിനെ സൂക്ഷിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാതെ അതൊന്ന് ഉണങ്ങാനും മാറാനും വേണ്ടി നിൽക്കും. കുറച്ചു കാലം അത് സൂക്ഷിക്കും. എന്തിനു വേണ്ടിയിട്ടാ? വലിയൊരു കുഴപ്പം ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് കുറച്ചു കാലം. അതുപോലെ ആയിരിക്കണം ദുനിയാവിൽ കുറച്ചു കാലമുള്ളൂ. അതൊന്ന് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കുന്ന സുദീർഘമായിട്ടൊരു ഖൈറുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കാതെ, അപ്പൊ ശരീരത്തിലോ മുറിവേറ്റു, അവൻ അതിനെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ല, അതിനെക്കുറിച്ച് പരിഗണിക്കുന്നില്ല, അതിന് ദോഷമായിട്ടുള്ള കാര്യങ്ങൾ മുഴുകുകയാണ്, അതിന്റെ അനന്തരമായി വലിയ ദോഷം ഉണ്ടാവും.
അതുപോലെ ആയിരിക്കണം താങ്കൾ ദുനിയാവിൽ ഉണ്ടാകേണ്ടത്. അസ്സബ്ർ അലാ ലുവാഇഹ ഐസറു മിൻ ഇഹ്തിമാൽ ബലാഇഹ. ആ ദുനിയാവിന്റെ ആനന്ദങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് അതുകൊണ്ടുണ്ടാകുന്ന ബലാകളെ താങ്ങുന്നതിനേക്കാൾ എളുപ്പമുള്ള കാര്യമാണ്. അഥവാ ദുനിയാവിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് അതിന്റെ കാര്യങ്ങൾ മുഴുകയാണെങ്കിൽ അതുമൂലം നമുക്ക് പരലോകത്ത് വരുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ അതുമൂലം നമ്മൾ നേരിടേണ്ടി വരുന്ന ബലാകളെ വെച്ച് നോക്കുമ്പോൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ് ഒന്നുകൂടി എളുപ്പമായിട്ടുള്ളത്. വല്ലബീബു മൻ ഹദിറഹ. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആ ദുനിയാവിനെ സൂക്ഷിക്കുന്നവനാണ്. വലം യഗ്തറ ബിഹ. ആ ദുനിയാവിൽ വഞ്ചിതനാകാത്തവനാണ്. ഫഇന്നഹാ ഗദ്ദാറത്തുൻ ഹമ്മാലത്തുൻ ഖദ്ദാഅത്തുൻ. തീർച്ച അത് ചതിയും വഞ്ചനയുമായിട്ടുള്ള കാര്യമാണ്. ദുനിയാവ് ചതിക്കുന്നവനും വഞ്ചിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഖദ് തഅററത് ബിആമാലിഹ. അത് ദുനിയാവിലുള്ള പ്രതീക്ഷകൾ നമ്മുടെ മുമ്പിൽ കാണിക്കും. ദുനിയാവ് അതിൽ കൂടുതൽ പ്രതീക്ഷ ഉണ്ടാക്കാൻ നമ്മുടെ മേലെ കാണിക്കും. വസയ്യനത് ലിഖുഫാബിഹ. അതിനെ തേടുന്ന ആളുകൾക്ക് അത് അലങ്കരിച്ചു നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഫഹിയ കൽ ഉറൂസ്. ഒരു മണവാട്ടിയെ പോലെ അത് അലങ്കരിച്ചു നിൽക്കുന്നതാണ്. അൽ ഉയൂൻ ഇലൈഹ നാദിറത്തുൻ. കണ്ണുകൾ അവളിലേക്ക് നോക്കുന്നതാണ്. വൽ ഖുലൂബ് അലൈഹ വാലിഹത്തുൻ. ഖൽബുകൾ അവളിലേക്ക് ആകൃഷ്ടരാകുന്നതാണ്. വഹിയ വല്ലദി ബഅസ മുഹമ്മദൻ ബിൽ ഹഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഹഖ് കൊണ്ട് അയച്ച അല്ലാഹുവാണ് സത്യം. ലഅസ്വാജിഹാ ഖാതിലത്തുൻ. അതിനെ വിവാഹം കഴിക്കുന്നവൻ അവന് നാശം സംഭവിക്കുന്നവനാണ്. അഥവാ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങേയറ്റം ആകൃഷ്ടമാക്കുന്ന ഒരു വസ്തുവിനെ പോലെയാണ്, ഒരു മണവാട്ടിയെ പോലെയാണ്. അതിനെ കണ്ട് അതിന്റെ ബാഹ്യമായ അലങ്കാരങ്ങളും സൗന്ദര്യം കണ്ട് അതിനെ വിവാഹം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അത് എന്താകും? അത് നമ്മെ നശിപ്പിക്കും. ഫത്തഖ് അയ്യുഹൽ അമീർ സർഅതഹ വഹ്ദർ ഗൈറഹ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ സൂക്ഷിക്കുക അതിന്റെ മാറ്റങ്ങളെ, അതിന്റെ നാശങ്ങളെ, അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന അതിന്റെ ഓരോ കാര്യങ്ങളും മാറുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫർറഖാഹു ഫീഹാ മൗസൂലുൻ ബിശ്ശിദ്ദത്തി വൽ ബലാ. ദുനിയാവിൽ സൗഖ്യമാണ് നിങ്ങൾ തേടുന്നത് എങ്കിൽ ദുനിയാവിലെ സൗഖ്യം എന്നുള്ളത് ഭാവിയിൽ വലിയ ഞെരുക്കത്തിലേക്ക് എത്തിക്കുന്നതാണ്. വൽ ബഖാഉ മുഅദ്ദിൻ ഇലൽ ഹലകത്തി വൽ ഫനാ. ദുനിയാവ് നിലനിൽക്കുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് നാശത്തിലേക്കും അത് ഇല്ലായ്മയിലേക്കും എത്തിക്കുന്ന, കാരണം നശിച്ചു പോകും. ഇവിടുത്തെ സൗഖ്യമാണ് നമ്മൾ ലക്ഷ്യമായി വെക്കുന്നത് എങ്കിൽ അത് പരലോകത്ത് നമുക്ക് നഷ്ടം വരുത്തുന്നതും ദുനിയാവ് തന്നെ അവസാനിക്കുന്നതുമായിട്ട് കാര്യമായിരിക്കും. എന്നിട്ട് വീണ്ടും പറഞ്ഞു വഅലം യാ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ മനസ്സിലാക്കണം അന്ന അമാനിയഹ കാദിബത്തുൻ. ദുനിയാവിലുള്ള മോഹങ്ങൾ, വ്യാമോഹങ്ങൾ അത് കളവാണ്. ദുനിയാവിൽ പല ആളുകൾക്കും പല വ്യാമോഹങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അത് ശരിക്ക് നമ്മൾ നടക്കും വിചാരിച്ചിട്ടാവും പോകുന്നുണ്ടാവുക. അത് പക്ഷെ കളവായിരിക്കും. വആമാലഹ ബാതിലത്തുൻ. അതിലുള്ള പ്രതീക്ഷകൾ നിരർത്ഥകമായിട്ടുള്ളതാണ്. വസഫ്വഹ കദറുൻ. അതിൽ വ്യക്തമായത് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കലങ്ങിയതാണ്. വഐശഹ നകദുൻ. അതിലെ ജീവിതം ക്ഷീണം നിറഞ്ഞതാണ്. വതാരികഹ മുവഫഖുൻ. അതിനെ ഒഴിവാക്കുന്നവനാണ്, അതിനെ ഖൽബിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് തൗഫീഖ് നൽകപ്പെട്ടവൻ. വൽ മുതമസ്സികു ബിഹാ ഹാലികുൻ ഗരിഖുൻ. അതിനെ മുറുകെ പിടിക്കുന്നവൻ മുങ്ങിച്ചാവാൻ പോകുന്ന നാശം പറ്റുന്നവനാണ്. വൽ ഫതിനുൽ ലബീബ് മൻ ഖാഫ മാ ഖവഫഹുല്ലാഹ്. ബുദ്ധിയുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അള്ളാഹു ഭയപ്പെടുത്തിയത് എന്താണോ അതിനെ ഭയപ്പെടുന്നവനാണ്. വഹദിറ മാ ഹദ്ദറഹു. അള്ളാഹു താക്കീത് ചെയ്തത് എന്താണോ അതിനെ ആ രീതിയിൽ കാണുന്നവനാണ്. വഖദ്ദമ മിൻ ദാരിൽ ഫനാ ഇലാ ദാരിൽ ബുഖാ. നശിക്കുന്ന ഈ ലോകത്തിനേക്കാൾ നിലനിൽക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നവനാണ്. ഫഇൻദൽ മൗതി യഅതീഹി അൽ യഖീൻ. തീർച്ച മരണം ആ ദൃഢമായ കാര്യത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് പറയുക. അതായത് ഇതൊരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇന്ന് കാലത്തെ ഈ ഭൗതികതയുടെ ഒരു അതിപ്രസരം തന്നെ പറയാം. കാരണം അത്രയധികം ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് പിന്നെ ദുനിയാവിന്റെ ഒരു നിരർത്ഥകത പറയാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ്. ഉള്ളത് പറയാലോ, ഇതൊക്കെ വായിക്കുമ്പോ തന്നെ പറയുമ്പോൾ നമുക്ക് തന്നെ പേടി വരികയാണ്. കാരണം ഇതൊക്കെ പറഞ്ഞാല് ആളുകൾ പിന്നെ ഏത് രീതിയിലാണ് ഇത് എടുക്കുക? ആളുകൾ വിചാരിക്കും പിന്നെ ഇത് തീവ്രവാദമാണ് എന്നോ അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്നോ, അല്ലെങ്കിൽ ആ രീതിയിലാണ്. അത്രത്തോളം ദുനിയാവ് വേണ്ടത് ദീനിന്റെ എന്തോ നിർബന്ധ ഘടകമാണ്, വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ അതിനോടുള്ള താല്പര്യം, ഇഷ്ടം, അതിനെതിരൊന്നും പറഞ്ഞത് ശരിയല്ല, അതൊക്കെ മോശമാണ്, അങ്ങനൊന്നും പറയാൻ പാടില്ല, അങ്ങനെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കാരണം അത്രയധികം ഭൗതികത വർദ്ധിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ
ഈ ഉമ്മത്തിന്റെ ആദ്യകാലക്കാർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് യഖീൻ കൊണ്ടും സുഹുദ് കൊണ്ടുമാണ്, അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം കൊണ്ടും ദുനിയാവിനോടുള്ള വിരക്തി കൊണ്ടുമാണ്. ഇതിന്റെ അവസാനക്കാർ വിജയിക്കണമെങ്കിലും അതുകൊണ്ടല്ലാതെ വിജയിക്കില്ല, അതുകൊണ്ടല്ലാതെ രക്ഷ ഉണ്ടാവില്ല. അല്ലാത്ത രീതിയിൽ ആളുകൾ മുഴുകും തോറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറുകളെ പോലെ കുറെ കൂട്ടർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശത്രുക്കളുടെ മുമ്പിൽ ഒന്ന് നേരെ നിൽക്കാൻ പോലും സാധിക്കാതെ ശത്രുക്കളുടെ കൽബിൽ നിന്ന് അല്ലാഹു തആല റുഅബ് എടുത്ത് മാറ്റുന്ന, മുസ്ലിമീങ്ങളെ കണ്ടുണ്ടാകുന്ന ഭയം എടുത്ത് മാറ്റുന്ന ഒരു അവസ്ഥയിൽ ആവുകയാണ് ചെയ്യുക. നമ്മൾ ദുനിയാവിന് പറഞ്ഞില്ലേ, അല്ലാഹു തആല ഭയപ്പെടുത്തിയിട്ടുള്ള, അല്ലാഹു താക്കീത് നൽകിയിട്ടൊരു കാര്യമാണത്. അതിനെ സൂക്ഷിക്കണം, അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ഫത്തഖുദ് ദുനിയ, നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെ അതിനെ കാണണം. കൽബിൽ നിന്ന് അതിനങ്ങോട്ട് പൊറിച്ചു കളഞ്ഞിട്ട് നീ കയ്യിൽ എത്ര കൂടിയാലും കുഴപ്പമില്ല, കയ്യിൽ എത്ര പറഞ്ഞല്ലേ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള രാജാവും എല്ലാവിധ അധികാരവും എല്ലാവിധ സ്ഥാനമുള്ള ആളായിട്ട് ജീവിക്കുകയാണ്. ഹസനുൽ ബസ്രി അടിമയായി വളർന്ന് സ്വതന്ത്രനായിട്ടുണ്ട്, മൗലയായിട്ടുണ്ട്. പക്ഷെ അടിമയായിട്ടാണ് വളരുന്നതും ജീവിക്കുന്നതും. രണ്ടുപേരും തമ്മിൽ എത്ര അന്തരമുണ്ട്. പക്ഷെ ആ രണ്ടാളുകളും ഇന്ന് ഇസ്ലാമിക ലോകം കണ്ട ഏറ്റവും വലിയ സാഹിത്യങ്ങളാണ്. അപ്പൊ സമ്പത്തും അധികാരമാണല്ലോ ഇപ്പോൾ ഒരാൾക്ക് കൂടുതൽ ദുനിയാവിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതുണ്ടായിട്ടും അദ്ദേഹത്തിന് സാഹിതാവാൻ സാധിച്ചിട്ടുണ്ട്, അതില്ലാഞ്ഞിട്ടും ഇവിടെ സാഹിതായിട്ടുണ്ട്. അപ്പൊ സമ്പത്ത് കയ്യിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അവിടെ പ്രധാനപ്പെട്ട ഘടകം, എത്രത്തോളം ദുനിയാവിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഹസനുൽ ബസ്രി പറയാണ്, മരണത്തോടു കൂടി ആ ദൃഢത നിങ്ങൾക്ക് ബോധ്യപ്പെടും. മരണം മുന്നിൽ കാണുന്ന സമയത്ത് നമ്മൾ ദുനിയാവിന് കൊടുത്ത വില എത്രയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് തുടർന്ന് എഴുതുകയാണ്, അദ്ദുനിയ, ഹസനുൽ ബസ്രി ഉമർ അബ്ദുൽ അസീസിന് എഴുതുകയാണ്, ദുനിയാവ് എന്നത് വല്ലാഹി അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവാണ്, ഹുൽമുൻ, അതൊരു സ്വപ്നമാണ്. വഹിയ ദാറു ഉഖൂബത്തിൻ, അത് ശരിക്ക് ശിക്ഷക്കായിട്ട് എത്തിയ ഭവനമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശിക്ഷ എന്ന നിലക്കെത്തിയ ഉഖൂബത്തിന്റെ ഭവനമാണ്. ലഹാ യജ്മഉ മൻ ലാ അഖല ലഹു, ബുദ്ധി ഇല്ലാത്തവന്മാർ മാത്രമാണ് അത് ഒരുമിപ്പിക്കാൻ വേണ്ടി നടക്കുകയുള്ളൂ, അതിന്റെ പിന്നാലെ പോവുകയുള്ളൂ. വബിഹാ യഗ്തറു മൻ ലാ ഇൽമ ഇൻദഹു, അതിനെക്കുറിച്ച് അറിവില്ലാത്തവൻ, അല്ലെങ്കിൽ സ്വന്തത്തിൽ അറിവില്ലാത്തവൻ അതിൽ വഞ്ചിതരായി പോകും. വൽഹാദിമുൽ ലബീബു മൻ കാന ഫീഹാ കൽ മുദാവി ജിറാഹു, അതിൽ ബുദ്ധിയുള്ളവനും നേരാവണ്ണം നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ മുറിവിനെ പരിചരിക്കുന്ന പോലെയാണ്. യസ്ബിറു അലാ മറാറത്തി ദവാ, മരുന്ന് കുടിക്കുമ്പോഴുണ്ടാവുന്ന കയ്പിനെ അവൻ ക്ഷമിക്കും. നമുക്കറിയാം, നമുക്ക് ചില മുറിവേറ്റുമ്പോൾ അല്ലെങ്കിൽ രോഗം വരുമ്പോൾ മരുന്ന് എന്നുള്ളത് വളരെ കയ്പുള്ള, സാധാരണഗതിയിൽ നമ്മൾ ഒരിക്കലും കുടിക്കാത്ത മരുന്നുകളായിരിക്കും കയ്പുകൊണ്ട് നമ്മൾ കുടിക്കുക. പക്ഷെ അത് ക്ഷമിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനപ്പുറത്ത് നമുക്കൊരു വലിയ കാര്യം നിൽക്കുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ക്ഷമിക്കുന്നത്. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നാം നിർബന്ധിതനായി ക്ഷമിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അതിനുശേഷം വരാനുള്ളത് നാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. അതുപോലെയാണ് ദുനിയാവിൽ നിൽക്കേണ്ടത്. ദുനിയാവിൽ നമ്മുടെ ചില ഇഷ്ടങ്ങൾ വേണ്ടാന്ന് നോക്കേണ്ടി വരും, നമുക്ക് ചില താല്പര്യമില്ലാത്ത ബുദ്ധിമുട്ടുകൾ ചെയ്യേണ്ടി വരും, ഇബാദത്തുകളോ അല്ലെങ്കിൽ ഒഴിവാക്കുന്ന പല കാര്യങ്ങൾ. അതിന് ക്ഷമ അവലംബിക്കുന്ന എന്തിനാണ്? അതിനുശേഷം വരുന്ന പരലോകത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെയുള്ളവരാണ് ബുദ്ധിമാന്മാർ. ലിമാ യർജു മിനൽ ആഫിയ, കാരണം ആ മരുന്ന് കഴിക്കുന്നത് ആഫിയത്ത് പ്രതീക്ഷിച്ചിട്ടാണ്. വയഖാഫു മിൻ സൂഇ ആഖിബത്തിദ്ദാർ, അവൻ നാളെ പരലോകത്ത് മോശം പര്യവസാനം ഉണ്ടാകുന്നതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ഹസനുൽ ബസ്രി പറഞ്ഞു, വദ്ദുനിയ, ദുനിയാവ് എന്നത് വൈമുല്ലാഹി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവാണ്, ഹുൽമുൻ, അത് സ്വപ്നം തന്നെയാണ്. വല്ലാഖിറതു യഖ്ബത്തുൻ, പരലോകമാണ് ഉണർച്ച എന്ന് പറഞ്ഞാൽ. ദുനിയാവ് എന്ന് പറഞ്ഞ സത്യത്തിൽ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വേറെ പല പണ്ഡിതന്മാരും പറഞ്ഞു കാണാം, അതൊരു ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയാണ്. എപ്പോഴാണ് നമുക്ക് ശരിക്ക് അത് സ്വപ്നമാണെന്ന് മനസ്സിലാവുക? നമ്മളൊരു സ്വപ്നം കണ്ടു, പലപ്പോഴും സ്വപ്നത്തിൽ നമ്മൾ എന്തുണ്ടാവും? വികാരങ്ങൾ വരെ നമ്മൾ അനുഭവിക്കും. സ്വപ്നത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും, പേടിച്ചിട്ടുണ്ടാകും, വേദന അനുഭവിച്ചിട്ടുണ്ടാവും, സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവും, രുചി അറിഞ്ഞിട്ടുണ്ടാവും, പലതും അറിയും. പക്ഷെ ഒന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. എന്താണ്? ഇനിയിപ്പോ ഒരാൾ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് വിചാരിക്കുക, അയാൾ സ്വപ്നത്തിൽ വലിയ സമ്പന്നത കണ്ടു എന്ന് വിചാരിക്കുക. അവിടുന്ന് അയാൾ ആ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുക? അത് സ്വപ്നമായിരുന്നു, അതിലൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ പറയാണ്, പരലോകമാണ് യഖ്വത്ത്. ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ബോധം തിരിച്ചു വരിക മരിക്കുമ്പോഴാണ്. മരണം കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക? ഇതായിരുന്നു ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുക. വൽ മുതവസ്സിതു ബൈനഹുമാ അൽ മൗത്ത്, ആ ഉറക്കത്തിന്റെയും ആ ഉണർച്ചയുടെയും ഇടയിലുള്ള കാര്യമാണ് മരണം എന്നുള്ളത്.
അതായത് ജീവിതം, മരണം, പരലോകം, ഉറക്കത്തിലെ സ്വപ്നം, ആ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽക്കൽ, ആ സമയമാണ് മരണം, അതിനുശേഷമുള്ളത് അതിന്റെ യാഥാർത്ഥ്യം. വൽ ഇബാദു ഫി അദ്ഗാഫി അഹ്ലാമിൻ, അള്ളാഹുവിന്റെ ഈ അടിമകൾ അവരേതവസ്ഥയിലാണ്? അവർ ഈ സ്വപ്നത്തിൽ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് എല്ലാ യാഥാർത്ഥ്യവും, ഇതാണ് ശരി എന്ന നിലയ്ക്ക്. വഇന്നി ഖായിലുൻ ലക യാ അമീറൽ മുഅ്മിനീൻ മാ ഖാലൽ ഹകീം, അമീറുൽ മുഅ്മിനീൻ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഹക്കീമായിട്ടുള്ള ഒരു ആൾ എഴുതിയ ബൈറ്റ് പറയുകയാണ്. വഇൻ തൻജു മിൻഹാ തൻജു മിൻ ദി അദീമത്തിൻ വഇല്ലാ ഫഇന്നി ലാ ഇഖാലുക നാജിയ, നീ അതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടത് വലിയൊരു കാര്യത്തിനാണ്, അതല്ല എങ്കിൽ നിനക്ക് പിന്നെ ഒരു രക്ഷയുമില്ല എന്നുള്ള ആ വരി ഞാൻ എഴുതുകയാണെന്ന് പറഞ്ഞു. അതിനെ കത്ത് അവസാനിപ്പിച്ചു. വലമ്മ വസല കിതാബുഹു ഇലാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഈ കത്ത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അടുക്കൽ എത്തിയപ്പോൾ ഇത് വായിച്ചിട്ട് ബക്ക, അദ്ദേഹം കരയാൻ തുടങ്ങി. വൻതഹബ ഹത്താ റഹിമഹു മൻ കാന ഇൻദഹു, അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകൾ അദ്ദേഹത്തിനോട് പിന്നെ കാരുണ്യം തോന്നുമാറ് അങ്ങേയറ്റത്തെ രീതിയിൽ അവർ പിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്നു. വഖാല, എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യർഹമുല്ലാഹു അൽ ഹസൻ, ഹസൻ അൽ ബസ്രിക്ക് അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. ഫഇന്നഹു ലാ യസാലു യൂഖിദുനാ മിൻ അർറഖ്ദ, അദ്ദേഹം എല്ലാ സമയത്തും അശ്രദ്ധയിൽ നിന്ന്, അല്ലെങ്കിൽ മറവിയിൽ നിന്ന് നമ്മെ ഉണർത്താറുണ്ട്. വയുനബ്ബിഹുനാ മിനൽ ഗഫല, അശ്രദ്ധയിൽ നിന്ന് നമ്മളെ അറിയിക്കാറുണ്ട്. വലില്ലാഹി ഹുവ മിൻ മുഷ്ഫിഖിൻ മാ അൻസഹു, നസീഹത്ത് നൽകുന്നതിൽ അങ്ങേയറ്റത്തെ കൃപയും ഇതും കാണിക്കുന്നവനാണ് അദ്ദേഹം. വവാഇലിൻ മാ അസ്ദഖഹു വഅഫ്സഹു, ഏറ്റവും നല്ല രീതിയിൽ സത്യസന്ധമായി ഉപദേശിക്കുന്ന വ്യക്തിയുമാണ് അദ്ദേഹം എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. നമ്മൾ ആലോചിച്ച് നോക്കിയും, നമ്മുടെ മുൻഗാമികൾ, ശരിക്ക് നമ്മൾ സലഫുകളുടെ ചരിത്രമൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കണം. സ്വഹാബികളുടെയും സലഫുകളുടെയും ഒക്കെ ചരിത്രങ്ങളും അവരുടെ അസറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വായിച്ചുകൊണ്ടേയിരിക്കണം. അതല്ല എങ്കിൽ നമ്മൾ പഠിക്കുന്ന ഇൽമിനെ നമുക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കൂല. ഒരു തടസ്സം അവിടെ ഇങ്ങനെ ബാക്കിയായി നിൽക്കും, ഒരു തടസ്സം അവിടെ ബാക്കിയായി നിൽക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം, അതുപോലെ തന്നെ ബാക്കിയുള്ള അഖീദ, ഫിഖ്ഹ്, ഹദീസ്, ബാക്കിയുള്ള എല്ലാ ഉലൂമുകളും പഠിക്കണം. അതിനോടൊപ്പം സലഫുകളിൽപ്പെട്ട സ്വഹാബികളുടെയും മുൻഗാമികളുടെയും ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഉള്ള അങ്ങോട്ടുള്ള ഓരോരുത്തരുടെയും സീറ പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സാധിക്കുക? അത് പ്രാക്ടിക്കലാക്കാൻ സാധിക്കുക. അതായത് നമ്മൾ കിതാബിൽ പഠിക്കുന്നത് തിയറി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഒരു മനസ്സിലാകാൻ. അതിനെ എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലാക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറ വേണം, സ്വഹാബികളുടെ സീറ വേണം, അതിനുശേഷമുള്ള സലഫുകളുടെ സീറ പഠിക്കണം. ഒരു കുറച്ചെങ്കിലും അത് ശീലമായാൽ മാത്രമാണ് നമുക്കത് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിന് സാധിക്കുക. അടുത്തൊരു സംഭവം, വകതബ ഇലൈഹി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഇതിനുശേഷം ഈ കത്ത് ലഭിച്ചതിന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് തിരിച്ച് ഹസൻ അൽ ബസ്രിയിലേക്ക് ഒരു കത്ത് എഴുതി. വസലത് മവാഇദുക നാഫിഅ, വളരെ ഉപകാരപ്രദമായിട്ടുള്ള നിങ്ങളുടെ ഉപദേശം എനിക്ക് കിട്ടി. വഷ്ഫൈത ബിഹ, അതിലൂടെ ഞങ്ങൾക്ക് ഒരു ശമനം, ഞങ്ങൾ അനുഭവിച്ച ഒരു ഞെരുക്കത്തൊരു ശമനം നിങ്ങൾ തന്നിട്ടുണ്ട്. വലഖദ് വസഫ്ത ദുനിയ ബിസിഫതിഹ, ദുനിയാവിനെ അതിന്റെ യഥാർത്ഥ വിശേഷണങ്ങളിലൂടെ നിങ്ങൾ വിശേഷിപ്പിച്ചു. വൽ ആഖിലു മൻ കാന ഫീഹ അലാ വജലിൻ, ബുദ്ധിയുള്ളവൻ ദുനിയാവിലൊരു ഭയപ്പാടോടുകൂടി ജീവിക്കുന്നവനാണ്. അതിന്റെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുമോ, പരലോകം നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയിൽ ജീവിക്കുന്നവനാണ്. ഫകഅന്ന കുല്ല മൻ കുതിബ അലൈഹി അൽ മൗത്ത് മിൻ അഹ്ലിഹാ ഖദ് മാത, അതെ, ദുനിയാവിൽ മരണം രേഖപ്പെടുത്തിപ്പെട്ട് കഴിഞ്ഞ, മരണം തീരുമാനിച്ചു കഴിഞ്ഞ ആളുകളൊക്കെ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് മറുപടിയായിട്ട് ഒരു കത്തും എഴുതി. ഫലമ്മ വസല കിതാബുഹു ഇൽ ഹസൻ, ഈ കത്ത് തിരിച്ച് ഹസൻ ബസ്രിയുടെ അടുക്കൽ എത്തിയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ലില്ലാഹി അമീറുൽ മുഅ്മിനീൻ മിൻ ഖായിലിൻ ഹഖ്ഖൻ, അമീറുൽ മുഅ്മിനീൻ അല്ലാഹുവാണ്, ഹഖ് പറയുന്ന ഒരാളാണ്. വഖാബിലിൻ വഅബൻ, ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരാളാണ്. ലഖദ് അഅ്ദമ അല്ലാഹു അസ്സ വജല്ല ബിവിലായതിഹി അൽ മിന്ന, അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മഹത്വം നൽകി, ഈ മഹത്തായ ഈ അധികാരം നൽകിക്കൊണ്ട്. വറഹിമ ബിസുൽത്താനിഹി അൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അദ്ദേഹത്തിന്റെ ഭരണാധികാരം കൊണ്ട് അല്ലാഹു കാരുണ്യം ചൊരിഞ്ഞു. വജഅലഹു ബറകതൻ വറഹ്മതൻ, അങ്ങനെ അദ്ദേഹത്തെ ഈ ഉമ്മത്തിന് മൊത്തം ആളുകൾക്ക് ഒരു റഹ്മത്തും ബറക്കത്തുമായിട്ടുള്ള അവസ്ഥയിൽ ആക്കുകയുണ്ടായി. കാരണം ആ ചരിത്രം നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ളാഹിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ബറക്കത്ത്,
വളരെ ബർക്കത്തും സമാധാനവും ഇസ്ലാമിക ലോകം അത്രയും നല്ലൊരു അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നത്. ഇനി മറ്റൊരു ഒരിക്കൽ വക്കത്തബ ഇലൈഹി ഹസൻ ബസരി റഹിമഹുല്ലാഹ് ഉമർ ബിൻ അബ്ദുൽ അസീസിന് എഴുതുകയുണ്ടായി, അമ്മാ ബഅദ് ഫഇന്നൽ ഹൗലൽ അഅ്സം വൽ അംറൽ മത്ലൂബ് അമാമക്. അമീർ മുഅ്മിനീൻ എഴുതുകയാണ്, വളരെ ഗൗരവമേറിയ ഒരു കാര്യവും നിങ്ങളെ തേടപ്പെടുന്ന ഒരു അവസ്ഥയും നിങ്ങളുടെ മുമ്പിലുണ്ട്. വലാ ബുദ്ദ മിൻ മുശാഹദതി കദാലിക് ഇമ്മാ ബിനജാത്തിൻ ഔ ബിഅതബിൻ. അത് നിങ്ങൾ എന്തായാലും കണ്ടെത്തേണ്ടി വരും. അതിലൂടെ ഒന്നെങ്കിൽ നിങ്ങൾ വിജയത്തിലേക്കോ അല്ലെങ്കിൽ ആക്ഷേപത്തിലേക്കോ ആണ് എത്തിച്ചേരുക. അതായത് മരണവും പരലോകവും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വകതബ ഇലൈഹി റഹ്മത്തുള്ളാഹി അലൈഹി. മറ്റൊരിക്കൽ ഹസൻ ബസരി ഉമർ ബിൻ അബ്ദുൽ അസീസിന് എഴുതി, احذر يا أمير المؤمنين أن تكون فيما ملكك الله من أمر عباده كعبد ائتمنه مولاه. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹു തആല നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള അടിമകളുടെ കാര്യം. അത് ഏതുപോലെയാണ്? ഒരു അടിമയ്ക്ക് ആ യജമാനന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. വസ്തഹ്ഫളഹു മാലഹു വഇയാലഹു. ആ അടിമയ്ക്ക് ആ യജമാനന്റെ സമ്പത്തും കുടുംബത്തെയും ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അതായത് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറയാണ്, നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈ അധികാരത്തെ നിങ്ങൾ എങ്ങനെ കാണണം? ഒരു യജമാനൻ ആ യജമാനന്റെ അടിമയെ കുടുംബത്തെയും അതുപോലെ കച്ചവടവും അതുപോലെ എല്ലാം നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോകുന്നതിനെ പോലെ നിങ്ങൾ മനസ്സിലാക്കണം. فبذر البال وسرح العيال وافقر اهله واتلف ماله. എന്നിട്ട് ആ അടിമ എന്ത് ചെയ്തു? അടിമ ആ സമ്പത്തും യജമാനന്റെ കച്ചവടം ഒക്കെ കൊളാക്കി കൊടുത്തു, കുടുംബത്തിനൊന്നും കൊടുത്തില്ല, കുടുംബം പട്ടിണിയിലായി, മക്കളെ കൈയൊഴിഞ്ഞു. ആ അവസ്ഥയിൽ നിങ്ങളാകാൻ പാടില്ല, അത് നിങ്ങൾ സൂക്ഷിക്കണം. അഥവാ അള്ളാഹ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം ശരിക്കും നോക്കണം എന്ന് പറഞ്ഞു. വഅലം യാ അമീറൽ മുഅ്മിനീൻ. എന്നിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് എഴുതി, അന്ന അല്ലാഹ ജല്ല സനാഉഹു അമറ അംബിയാഅഹു അൻ യസ്ജുറു ഇബാദഹു അനിൽ ഖബാഇസ് വയൻഹൗഹും അനിൽ ഫവാഹിഷ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരോട് കൽപ്പിച്ചിട്ടുണ്ട് അവന്റെ അടിമകളോട് മ്ലേച്ഛതകളിൽ നിന്ന് ഒഴിവാകാനും അതുപോലെയുള്ള കാര്യങ്ങളെ വിരോധിക്കാനും. ഫകഫറത് ബിഹിം ഇദാ മൻ ഖിബലഹും മിൻ ജമീൽ ഫൈദ് ലഹും. അങ്ങനെയുള്ള ആളുകൾ, അതിൽ മുഴുകുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റും ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി. ഉദ്കുർ യാ അമീറൽ മുഅ്മിനീൻ. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ ആലോചിക്കണം, ഖില്ലത അശ്യാഇക ഇൻദ റബ്ബിക്. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. വൻസാറക അലൈഹി യൗമ ഹശ്രിക്. ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്നുള്ളത്. ഫതസവ്വദത് ലിയൗമിൽ ഫസ്ഇൽ അക്ബർ. വലിയ ഭയപ്പാടുണ്ടാകുന്ന ആ ദിവസത്തിനു വേണ്ടി നിങ്ങൾ വിഭവമൊരുക്കണം എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തി. അതായത് ഭരണാധികാരി ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കീഴിൽ സൈന്യമുണ്ടാകും, ആളുകൾ ഉണ്ടാവും, മന്ത്രിമാരുണ്ടാവും, ബാക്കി പലരും ഉണ്ടാവും. ഇതൊന്നുമില്ലാത്ത ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും അദ്ദേഹം എഴുതി, വഅലം യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന ലക മൻസിലൻ ഗൈറ മൻസിലക അല്ലദീ അൻത ഫീഹി. നിങ്ങൾ ഇന്നുള്ളതല്ലാത്ത ഒരു സ്ഥാനത്ത് നിങ്ങൾ എത്താനുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. വബിഹി ബിതൂലി മുഖാമുക്. യതൂലു മുഖാമുക്. അന്ന് നിങ്ങളുടെ നൃത്തം വളരെ ദൈർഘ്യമേറിയതായിരിക്കും, പരലോകത്തെ ഉദ്ദേശിച്ചാണ്. വഅൻഹു യുഫാരിഖുക അഹിബ്ബാഉക്. അന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഭാര്യയാവട്ടെ, സന്താനങ്ങളാവട്ടെ, കുടുംബക്കാരാവട്ടെ, അവരെല്ലാം നിങ്ങളെ പിരിഞ്ഞു പോകും. വയുൽഖൗനക ഫീഹി വഹീദൻ. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വയുസ്ലിമൂനക ഇലൈഹി ഫരീദൻ. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഒറ്റക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളെ സമർപ്പിക്കുക. ഫതസവ്വദ് യാ അമീറൽ മുഅ്മിനീൻ ലിയൗമിൻ യഫിറുൽ മർഉ മിൻ അഖീഹി. സ്വന്തം സഹോദരനിൽ നിന്ന് ഒരു വ്യക്തി ഓടി അകലുന്ന ആ ദിവസത്തിന് വേണ്ടി നിങ്ങൾ വിഭവം ഒരുമിക്കുക. വ ഉമ്മിഹി വ അബീഹി. അവന്റെ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും അവൻ ഓടിയകലും. പരലോകത്തെ അവസ്ഥയാണ്. ഖുർആനിലെ ആയത്തിന്റെ ആശയമാണ് പറയുന്നത്. അതായത് പരലോകത്ത് എന്റെ ഉമ്മ വസ്വാഹിബത്തിഹി വബനി, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ ഉപ്പ, ഇങ്ങനെ ചിന്ത ഒന്നും ഉണ്ടാവില്ല. അവരൊക്കെ നിങ്ങളുടെ കാര്യം നോക്കിക്കോളും പറഞ്ഞ് അവിടെ നിന്ന് ഓടി അകലുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വദ്കുർ ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ. നിങ്ങൾ ഓർമ്മിക്കണം ഖബറിലുള്ളതിനെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. വഹുസ്സില മാ ഫിസ് സുദൂർ. അതുപോലെ നെഞ്ചുകളിലുള്ളതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആളുകൾ ഖബറിൽ നിന്ന് പുറത്തു വരുന്നത് വരെ കൽബിലുണ്ടായിരുന്ന അവരുടെ നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു വിചാരണ ചെയ്യും. ആ നിയ്യത്തുകൾ പുറത്തേക്ക് വരുന്നതിനെ നിങ്ങൾ ഓർമ്മിക്കുക, നിങ്ങൾ ചിന്തിക്കുക.
യൗമ തകൂനുൽ അസ്റാറു ളാഹിറതൻ, എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ആ ദിവസം, എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ദിവസം. വഖദ് നുശിറൽ കിതാബുൽ ലദീ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, അന്ന് നിങ്ങളുടെ ഏടുകൾ നിവർത്തപ്പെടും. അതിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു കാര്യവും വിട്ടേക്കപ്പെടില്ല, എല്ലാം അതിലുണ്ടാകും. ഫഅമൽ അൽആന വഅൻത ഫീ മഹലിൻ ഖബ്ല ഹുലൂലിൽ അജൽ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കൂ, ഇപ്പൊ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. നിങ്ങളുടെ അവസരം അവസാനിക്കുന്നതിന് മുമ്പ്, മരണമെത്തുന്നതിന് മുമ്പ് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. വൈൻഖിതാഇൽ അമൽ, അങ്ങനെ അമല് ചെയ്യാനുള്ള അവസരം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്. വഹ്ദർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ സൂക്ഷിക്കണം. അൻ തഹ്കുമ ഫീ ഇബാദില്ലാഹി ബിഹുക്മിൽ ജാഹിലിയ്യ ബിഹുക്മിൽ ജാഹിലീൻ, ജാഹിലീങ്ങളുടെ വിധി നിങ്ങളുടെ കീഴിലുള്ള ആളുകളുടെ മേലെ നടപ്പിലാക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. ഔ തസ്ലുക ബിഹിം സബീല അസ്സാലിമീൻ, അല്ലെങ്കിൽ അക്രമികളുടെ രീതി നിങ്ങളുടെ കീഴിലുള്ളവരുടെ മേലെ ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. വലാ തുസല്ലിത്തിൽ മുസ്തക്ബിരീന അലൽ മുസ്തദ്അഫീൻ, ദുർബലരായിട്ടുള്ള ആളുകളുടെ മേലെ അഹങ്കാരികളായിട്ടുള്ള കൂടുതൽ ശക്തിയുള്ള ആളുകളെ നിങ്ങൾ അവരെ കീഴിലായിക്കൊണ്ട് വെക്കുന്ന, ഉപദ്രവമായിട്ട് വെക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഫഇന്നഹും ലാ യർഖുബൂന ഫീ മുഅ്മിനിൻ ഇലാ വലാ സിമ്മ, ഒരു മുഅ്മിനിനെയോ അല്ലെങ്കിൽ സിമ്മത്തിലുള്ള ആളെയോ അക്രമമായ രീതിയിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അതിനുശേഷം എഴുതി ഫഖദ് റുവിയ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മൻ വല്ല ളാലിമൻ ഔ അആനഹു ഫഖദ് വല്ലൽ ഇസ്ലാമ വഹറഹു, ആരെങ്കിലും അക്രമിയായിട്ടുള്ള ഒരാളെ തന്റെ കീഴിൽ ആളുകളുടെ മേലെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ സഹായിക്കുകയാണ് എങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറംതിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. ഈ ഹദീസ് സ്വഹീഹായിട്ടൊന്നും വന്നിട്ടില്ല. അദ്ദേഹം ഇതിന്റെ ആശയം ശരിയായിരിക്കാം, പക്ഷെ സ്വഹീഹായിട്ടൊന്നും നമ്മൾ കിതാബിൽ കണ്ടിട്ടില്ല. എന്നിട്ട് പറഞ്ഞു ഫത്തഖില്ലാഹ അൻ തബൂഅ ബിഔസാരിക വഔസാരി മഅ ഔസാരിക, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ കുറ്റത്തിന്റെ മേലെ മറ്റുള്ളവരുടെ കുറ്റം കൂടി ഏൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. ഇതിലിപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആനിലെ ആയത്തുകളാണ്. നേരത്തെ പാരഗ്രാഫിൽ പറഞ്ഞ ആ വാചകങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഖുർആനിലെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആയത്തുകളാണ് പരലോകത്തെ കുറിച്ച്. ആ ആയത്തുകൾ പറഞ്ഞുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇതും ഖുർആനിലെ ആയത്താണ്. നിങ്ങളുടെ പാപഭാരത്തിന്റെ മേലെ മറ്റുള്ളവരെ കൂടി ഏൽക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്, അത് സൂക്ഷിക്കണം. വതഹ്മില അസ്ഖാലക വഅസ്ഖാലൻ മഅ അസ്ഖാലിക, അതുപോലെ തന്നെ ഈ ഭാരം മറ്റുള്ളവരെ കൂടി നിങ്ങളുടെ ഒപ്പം ഏൽക്കേണ്ട അവസ്ഥ, അതായത് നമ്മൾ കാരണത്താൽ വേറെ ആളുകൾ കൂടി കുറ്റം ചെയ്തിട്ട് അതുകൂടി ഏറ്റെടുക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. വലാ യഗുറന്നക ഖൗമുൻ യതനഅമൂന ബിബുസിക, നിങ്ങളുടെ ചുറ്റും നിന്നുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് ആസ്വാദനങ്ങൾ ലഭിക്കുന്ന അല്ലെങ്കിൽ നേട്ടങ്ങൾ ലഭിക്കുന്ന ആളുകളെ കണ്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്. വയകുലൂന ത്വയ്യിബാതി ബിദ്ഹാബി ത്വയ്യിബാതിക, നിങ്ങളുടെ ഒപ്പം കൂടിയിട്ട് നിങ്ങൾക്ക് വിശിഷ്ടമായത് നഷ്ടപ്പെടുത്തി അവർക്ക് ഭൗതികമായിട്ടുള്ളത് നേടിയെടുക്കുന്ന ആളുകളെ കണ്ടിട്ടും നിങ്ങൾ വഞ്ചിതരാകരുത്. കാരണം ഒരു രാജാവ് എന്ന നിലക്ക് അങ്ങനെ പലരും അവരുടെ ചുറ്റും ഉണ്ടാകും. ഒക്കെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു വലാ തൻദുർ യാ അമീറുൽ മുഅ്മിനീൻ ഇലാ ഖദ്രികൽ യൗം, അമീറുൽ മുഅ്മിനീൻ ഇന്ന് നിങ്ങൾക്കുള്ള അധികാരവും കഴിവും നിങ്ങൾ നോക്കരുത്. വൻദുർ ഇലാ ഖദ്രിക ഗദൻ, നാളെ നിങ്ങൾക്ക് എന്താണ് കഴിവുണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന് മുമ്പിൽ എന്താ ഉണ്ടാവുക നിങ്ങൾ ആലോചിക്കണം. വഅൻത മഅ്സൂറുൻ ഫീ ഹബാഇൽ മൗത്ത്, ഒരു സംശയവുമില്ല മരണത്തിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട ആളാണ് നിങ്ങൾ. ഇത് ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ അന്ന് ഇസ്ലാമിക ലോകം പറഞ്ഞാൽ എന്താണ്, ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഖലീഫയോട്, രാജാവിനോട് അത് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെ ഗൗരവത്തിലാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ പറയാണ് നിങ്ങൾ മരണത്തിന്റെ ചങ്ങലയിൽ ബന്ധിതരായ അവസ്ഥയിലാണുള്ളത്. വമൗഖൂഫുൻ ബൈന യദൈ റബ്ബ്, അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കുക തന്നെ ചെയ്യും. ഫി മജ്മഇ മിനൽ മലായികതി വറുസുൽ, എല്ലാ മലക്കുകളും റസൂലുകളും നിൽക്കുന്ന ആ സാന്നിധ്യത്തിൽ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയുണ്ടാകും. വഖദ് അനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായിട്ടുള്ള എല്ലാ എന്നെന്നും ജീവിക്കുന്ന എല്ലാവരും നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും താഴ്ന്ന് കീഴൊതുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇതെല്ലാം ഖുർആനിന്റെ ആയത്തുകളുടെ ആശയമാണ്. എന്നിട്ട് വീണ്ടും പറഞ്ഞു യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീൻ വഇൻ ലം അബ്ലഗ് ഫീ മൗഇലതി മാ ബലഗ ഉലുൽ നുഹാ, നല്ല അറിവുള്ള ആളുകളുടെ ഉപദേശത്തിന്റെ അത്ര എന്റെ ഉപദേശം എത്തിയിട്ടില്ല എങ്കിൽ കൂടി ഫലം ആലുക ശഫഖതൻ വലാ ദഖർതു അൻക നസീഹതൻ, ഞാൻ ഇതിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. വലാ ഖസ്സർതു ഫീ മൗഇലതിക, ഞാൻ നിങ്ങൾക്ക് പറയാതെ ഉപദേശിക്കാതെ ഒന്നും എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ ഉപദേശങ്ങൾ എന്തെങ്കിലും കുറവ് വരുത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല.
ഫഅൻസിൽ കിതാബി ഇലൈക മൻസിലഹു, എന്റെ എഴുത്തിന് എന്താണോ നിങ്ങൾ സ്ഥാനം കൊടുക്കുന്നത് ആ സ്ഥാനത്ത് നിങ്ങൾ വെക്കുക. വതഫറഖ് ലിസമാഇഹി ഫറാഗ മൻ യർജു അൽഇൻതിഫാഅ ബിഹി, എന്നിട്ട് ഇതുകൊണ്ട് ഉപകാരമുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരാൾ കേൾക്കുന്നത് പോലെ അതിൽ നിന്ന് കാര്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. വൽതഹുൻ ഇൻദക മറാറത്തു ദവാ ലിമാ തർജു മിൻ ആഖിബത്തി ശിഫാ, നിങ്ങൾ ഏതുപോലെ ഉണ്ടാവട്ടെ, അതായത് ഈ മരുന്ന് കഴിക്കുമ്പോഴുള്ള ആ കയ്പ് ആ ഷിഫായിന് വേണ്ടി സഹിക്കുന്നവനെ പോലെ ആകട്ടെ. വസ്സലാമു അലൈക വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് ആ എഴുത്ത് അവസാനിപ്പിക്കുക. കാരണം അത്രയും അധികം ദീനിൽ നിന്ന് പല രീതിയിൽ തെറ്റാനും വ്യതിചലിക്കാനും സാധ്യതയുള്ള ഒരവസ്ഥയിലായിരിക്കുമ്പോൾ ഒരു ഭരണാധികാരിയോട് ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് ഹസൻ ബസീർ റഹിമഹുല്ലാഹ് എഴുതിയ എഴുത്തുകളാണിത്. മറ്റൊരിക്കൽ വകതബ ഇലൈഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് ഹസൻ ബസീറിലേക്ക് ഒരിക്കൽ കത്തയച്ചു. ഉക്തുബ് ഇലയ്യ അബാ സഈദ് ബിസിഫത്തിൽ ഇമാമിൽ ആദിൽ വഅൈന ഹുവ വഅന്നാ ലിൽ ഉമ്മത്തി ബിഹി, എനിക്ക് താങ്കൾ ഒരു കത്ത് എഴുതണം, നീതിമാനായ ഒരു ഭരണാധികാരിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയായിരിക്കണം അയാൾ ഉമ്മത്തിനോട് ഉണ്ടാകേണ്ടത്, അയാളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊരു കത്ത് എഴുതണം എന്ന് പറഞ്ഞു. വകതബൽ ഹസനു ഇലൈഹി, ഹസൻ ബസീർ റഹിമഹുല്ലാഹ് അപ്പോൾ അദ്ദേഹത്തിന് കത്ത് എഴുതി. അമ്മാ ബഅദ് യാ അമീറുൽ മുഅ്മിനീൻ അർതഅക അല്ലാഹു ഫീ റിയാദി നിഅമതിഹി വനസ്സഹക ഫീ ഹദായിഖി സൻഅതിഹി, അല്ലാഹു നിങ്ങളെ അവന്റെ അനുഗ്രഹങ്ങളുടെ തോട്ടത്തിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള അനുഗ്രഹങ്ങളിലൂടെയും സഞ്ചരിക്കാനും ജീവിക്കാനും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഫഅലം, നിങ്ങൾ മനസ്സിലാക്കുക, അന്ന അല്ലാഹ സുബ്ഹാനഹു വതആല ജഅല അൽ ഇമാമ അൽ ആദില ഖിവാമൻ ലികുല്ലി മാഇലിൻ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അള്ളാഹു ആക്കിയിട്ടുള്ളത് ചെരിവിലായിട്ടുള്ള ആളുകളെല്ലാം നേരെ നിർത്തുന്നവനായിട്ടാണ്, അഥവാ വഴികേടിലാകുന്നവരൊക്കെ നേരെ കെട്ടിലാകുന്നത്. വഖസ്ദൻ ലികുല്ലി ജാഇരിൻ, അതിക്രമം പ്രവർത്തിക്കുന്നവരെല്ലാം അതിന്റെ മിതത്വത്തിലേക്ക് എത്തിക്കുന്നവനായിട്ട്. വസലാഹൻ ലികുല്ലി ഫാസിദിൻ, ഫസാദ് ഉണ്ടാക്കുന്നവനെല്ലാം നന്നാക്കുന്നവനായിട്ട്. വഖുവ്വതൻ ലികുല്ലി വഈഫിൻ, ദുർബലരായിട്ടുള്ള ആളുകൾക്ക് ശക്തി പകരുന്നവനായിട്ട്. വനസഫതൻ ലികുല്ലി മദ്ലൂമിൻ, ആക്രമിക്കപ്പെട്ടവനെല്ലാം പിന്താങ്ങുന്നവനായിട്ട്. വമഫ്സഅൻ ലികുല്ലി മൽഹൂഫിൻ, ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് ഒരു സമാധാനമേകുന്ന വിശാലതയേകുന്ന ആളായിട്ട്. വീണ്ടും പറഞ്ഞു വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ കറാഇ അഷ്ഫീഖ്, അങ്ങേയറ്റം തന്റെ കീഴിലുള്ള ആടുകളോട് കൃപയുള്ള ഒരു ആട്ടിടയനെ പോലെയാണ്. വൽ ഹാസിമുർ റഫീഖ്, അവൻ നല്ല ബുദ്ധിമാനുമാണ്. അല്ലദി യർസാദു ലിഗനമിഹി അത്യബൽ മറാഇ, അവൻ അവന്റെ ആടുകളെ കൊണ്ട് ഏറ്റവും നല്ല ആടുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്ന, ചെടികൾ ലഭിക്കുന്ന, ഇലകൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. വയദൂദുഹ അൻ മറാഇൽ ഹലക, ഈ ആടുകൾക്ക് ദോഷമുണ്ടാക്കുന്ന തോട്ടങ്ങളിൽ നിന്ന് അതിനെ അകറ്റുന്നു. വയഹ്മീഹ മിനസ്സിബാ, വന്യമൃഗത്തിൽ നിന്ന് ആടുകളെ സംരക്ഷിക്കുന്നു. വയക്ഫീഹ അദൽ ഹർരി വൽ ഖുർ, തണുപ്പും ചൂടുമെല്ലാം ഉണ്ടാകുമ്പോൾ അതിന് യോഗ്യമായ സ്ഥലത്തേക്ക് ആടുകളെ നയിക്കുന്നു. അങ്ങനെയായിരിക്കണം ഭരണാധികാരി ആളുകളോട് ഉണ്ടാവേണ്ടത്. വീണ്ടും പറഞ്ഞു വൽ ഇമാമുൽ ആദിൽ, ഒരു നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ കൽ അബിൽ ഹാനി അലാ വലദിഹി, തന്റെ കുട്ടിയോട് അങ്ങേയറ്റത്തെ കൃപയും സ്നേഹവുമുള്ള ഒരു ഉപ്പയെ പോലെയാകണം. യസ്ആലഹും സിഗാറൻ, ചെറുപ്പത്തിൽ ആ കുട്ടിയെ വളരാൻ വേണ്ടി അവൻ ധാരാളം പരിശ്രമങ്ങൾ ചെയ്ത് വളർത്തിക്കൊണ്ടുവരുന്നു. വയുഅല്ലിമുഹും കിബാറൻ, വലുതാകുന്നതിനനുസരിച്ച് ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. വയുക്സിബുഹും ഫി ഹയാത്തിഹി, അവൻ ജീവിക്കുന്ന കാലത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവൻ നേടിക്കൊടുക്കുന്നു. വയദ്ദഖിറു ലഹും ബഅദ വഫാത്തിഹി, അവന്റെ മരണത്തിന് ശേഷം അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്വത്തുകൾ ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉപ്പയെ പോലെ ആയിരിക്കണം ഭരണാധികാരി എന്നുള്ളത്. അതുപോലെ തന്നെ വക്കൽ ഉമ്മി ഷഫീഖത്തി, അതുപോലെ തന്നെ കൃപയുള്ള ഉമ്മയെ പോലെ ആയിരിക്കണം നീതിമാനായ ഭരണാധികാരി. അൽബറത്തു റഫീഖ, അങ്ങേയറ്റം പുണ്യം ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന. ഹമലത് വലദഹ കുർഹൻ, ആ കുട്ടിയെ ആ ഉമ്മ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഗർഭം ധരിച്ചു. വവളഅത്ഹു കുർഹൻ, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് പ്രസവിച്ചു. തസ്ഹദു ഇദാ സഹിദ വതസ്കുനു ഇദാ സകന, ആ കുട്ടി എഴുന്നേറ്റിരിക്കുമ്പോഴൊക്കെ ഉമ്മ എഴുന്നേറ്റിരിക്കും. കുട്ടി ഉറങ്ങുന്ന സമയത്ത് ഉമ്മയും ഉറങ്ങുള്ളൂ. തുർദിഅഹു താറത്തൻ, ആ കുട്ടിക്ക് ഒരു കാലം പാല് കൊടുക്കുന്നു, മുല കൊടുക്കുന്നു. വതഫ്തിമുഹു ഉഖറ, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് നിർത്തുന്നു. തഫ്റഹു ബിആഫിയതിഹി, കുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോൾ അതിൽ സന്തോഷിക്കുന്നു. വതഹ്തമു ബിശികായതിഹി, കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ വിഷമം അനുഭവിക്കുന്നു. ഇങ്ങനെയായിരിക്കണം നീതിമാനായ ഭരണാധികാരി. വീണ്ടും പറഞ്ഞു വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ കവസിയിൽ യതാമ
യതീമുകളുടെ സ്വത്ത് കാത്തു സൂക്ഷിക്കുന്ന ആളെ പോലെ ആയിരിക്കണം. വഹാസിനിൽ മസാക്കീൻ, അതുപോലെ മിസ്കീനുകളുടെ സ്വത്തിന് കാവൽ നിൽക്കുന്ന ആളെ പോലെ. യുറബ്ബി സഗീറഹും, അതിൽ ചെറിയ ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. വയമൂനു കബീറഹും, അതിൽ പ്രായമുള്ള ആളുകൾക്ക് വിശ്വസ്തയോടുകൂടി തിരിച്ചു നൽകുകയും ചെയ്യുന്നു. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി കൽ ഖൽബി ബൈനൽ ജവാരിഹ്, അവയവങ്ങളെ സംബന്ധിച്ച് ഖൽബിനെ പോലെയായിരിക്കണം. തസ്ലുഹു ബിസലാഹി അൽ ജുംല, ആ ഖൽബ് നന്നാവുമ്പോൾ ശരീരം മുഴുവൻ നന്നാകും. വതഫ്സുദു ബിഫസാദിഹി, ആ ഖൽബ് ഫസാദായാൽ ശരീരം മുഴുവൻ കേടുവരും. അതുപോലെ ആയിരിക്കണം നീതിമാനായ ഭരണാധികാരി. അഥവാ നീതിമാനായ ഭരണാധികാരി നന്മ കൊണ്ട് ആളുകളെല്ലാം നന്നാകുന്ന അവസ്ഥയുണ്ടാകും. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി ഹുവൽ ഖായിമു ബൈന അല്ലാഹി വബൈന ഇബാദിഹി, അവൻ അള്ളാഹുവിന്റെയും അവന്റെ അടിമകളെയും ഇടയിൽ നിൽക്കുന്ന ഒരാളെ പോലെയാണ്. യസ്മഉ കലാം അല്ലാഹ് ഫയുസ്മിഉഹും, അള്ളാഹുവിന്റെ കലാം അവൻ കേൾക്കുന്നു എല്ലാ രീതിയിലും, അത് അവന്റെ കീഴിലുള്ള ആളുകളെ കേൾപ്പിക്കുന്നു. വയുബ്സിറു ആസാറ നിഅമതി റബ്ബിഹിം വയുബസ്സിറുഹും, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ അനന്തരഫലങ്ങൾ അവൻ മനസ്സിലാക്കുന്നു, ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. വയൻഖാദു ഇലാ അവാമിരില്ലാഹി തആല വയഖൂദുഹും, ആ അള്ളാഹുവിന്റെ കൽപ്പനകളുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്കൊരു മാതൃകയായിട്ട് നിൽക്കുന്നു. സത്യത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടവും അതിൽ നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തൊരു ഖൈറും ബറക്കത്തും ആയിരിക്കും നാട്ടിലുണ്ടാവുക. എത്ര നല്ല ഒരു പിന്നെ ലോകമായിരിക്കും അത്, ആ ഒരു നാട് എന്നുള്ളത്. അത്രയും ഖൈറും ബറക്കത്തുകളുമുള്ള ഒരവസ്ഥയായിരിക്കും ഇസ്ലാമിന്റെ ശരീഅത്തനുസരിച്ച് അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന നീതിമാനായ ഒരു ഭരണാധികാരി ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, പ്രാർത്ഥിക്കുമ്പോൾ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് പോലെയുള്ള പറഞ്ഞത്, സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ എനിക്കുണ്ട് എങ്കിൽ ഞാനത് ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം അതിലൂടെ ഇസ്ലാമിക ലോകം മുഴുവൻ നന്നാവും എന്നുള്ളത്. ഞാൻ ഇത്രയും ഇതുപോലെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചതിനനുസരിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം എഴുതുകയാണ് ഹസൻ ബസ്രി, വഅർജു യാ അമീറൽ മുഅ്മിനീൻ അൻ തകൂന ഹുവ ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രതീക്ഷിക്കുന്നു അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ അതുപോലെ ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലൗലാ അന്നല്ലാഹ ഇഫ്തറദ നസീഹതക, അള്ളാഹു എന്റെ മേലെ നിങ്ങളെ നസീഹത്ത് ചെയ്യുക എന്ന് നിർബന്ധമാക്കിയിട്ടില്ല എങ്കിൽ, അഥവാ ഉലമാക്കളുടെ മേലെ നിർബന്ധമാണെന്ത്, അവരിലുള്ള ഭരണാധികാരി ആവട്ടെ സാധാരണക്കാരാവട്ടെ അവരോടൊക്കെ നസീഹത്ത് ഉണ്ടാവുക എന്നുള്ളത് പൊതുവായിട്ട് മുസ്ലിമുകൾക്കുള്ളതാണ്, അദ്ദീനു വന്നസീഹ. എന്നാൽ ഉലമാക്കളുടെ മേലെ പ്രത്യേകമായിട്ടുള്ളതാണ്, അറിവുള്ളവരുടെ മേലെ പ്രത്യേകമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് സാധാരണക്കാരാവട്ടെ ഭരണാധികാരികളാവട്ടെ അവരോട് നസീഹത്ത് വെക്കുക എന്നുള്ളത്, അവരെ സദുപദേശങ്ങൾ നൽകുക, അതുപോലെ കാര്യങ്ങൾ. അത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല എങ്കിൽ ലകുൻതു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, നിർബന്ധമാക്കിയുണ്ട്. ലിമാ മനഹക അല്ലാഹു മിൻ ഹിദായത്തിൻ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി തിരിഞ്ഞ ഹിദായത്തും, വറസഖക മിൻ തൗഫീഖിൻ വതസ്ദീദിൻ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള തൗഫീഖും നേർമാർഗവും, ഫീ ഗിനൻ അൻ മൗഇളതിക, നിങ്ങൾക്ക് വേറൊരു ഉപദേശം ആവശ്യമില്ലാത്ത രീതിയിൽ അള്ളാഹു തആല നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട്. എന്റെ ഉപദേശം ശരിക്കും നിങ്ങൾക്ക് ആവശ്യമില്ല. വലാകിന്ന അല്ലാഹ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അഖദ മീസാഖഹു അലൽ ഉലമാ ലിയുബയ്യിനുന്നഹു ലിന്നാസി വലാ യക്തുമൂനഹു, ഉലമാക്കളിൽ നിന്ന് അള്ളാഹു തആല ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്, ജനങ്ങൾക്ക് കാര്യം വ്യക്തമാക്കി കൊടുക്കണം, അവർ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ജൂതന്മാർ ചെയ്തതുപോലെ, ജൂത റബ്ബികൾ ചെയ്തതുപോലെ കിതാബുള്ളത് മറച്ചു വെച്ച് മറ്റൊന്ന് ആളുകളെ പഠിപ്പിക്കുക എന്നുള്ളത് പണ്ഡിതന്മാർക്ക് പാടില്ല, വലിയ കുറ്റമുള്ള കാര്യമാണ്. അപ്പോൾ പണ്ഡിതന്മാരുടെ മേലെയുള്ള ബാധ്യത ആയതുകൊണ്ടാണ് ഞാൻ ഈ നസീഹത്ത് നിങ്ങൾക്ക് ചെയ്തത്, സത്യത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആവശ്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് ആ കത്ത് എഴുത്ത് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ കത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഫസ്ലിന്റെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഫസ്ലിന്റെ 7ാമത്തെ ഫസ്ലിന്റെ കീഴിലായിക്കൊണ്ട് മറ്റൊരു ചെറിയ ഫസ്ലൂര് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാ റൂവിയ അനിൽ ഖുറൂജി അലൽ ഉമറാ, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഹ്ലുസുന്നയുടെ അഖീദയുടെ പെട്ട ഉസൂലുകളിൽപ്പെട്ട കാര്യമാണത്. ഭരണാധികാരിയോട് ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട നിലപാട് എന്താണ്? ഇപ്പോൾ പല ആളുകളും ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക നിയമങ്ങളുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭരണാധികാരികൾ അവർ അക്രമികളായി നിൽക്കുമ്പോൾ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടണം, വിപ്ലവം നയിക്കണം എന്നെല്ലാം ആളുകൾ പറയുമ്പോൾ സലഫികൾ അഹ്ലുസുന്ന പറയാറുണ്ട്, അത് ശരിയല്ല. തൗഹീദിന്റെയും സുന്നത്തിന്റെയും നാടുകളിലുള്ള ഭരണാധികാരികൾ ഇനി അവരെങ്ങനെയാണെങ്കിലും അവർക്കെതിരെ വിപ്ലവം നയിക്കുക, അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടുക. ഇനി അതല്ലാത്ത രീതിയിലാണെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ
അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടണമെങ്കിലുള്ള നിബന്ധനകളുണ്ട്, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും ഈ സലഫികളെ നിങ്ങൾ ഭരണാധികാരികളുടെ കീഴിലുള്ള ആളുകളാണ്, അവർ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്, എത്രത്തോളം മോശമായിട്ടുള്ള വാക്കുകൾ വരെ ചില ആളുകൾ പറയാറുണ്ട് സലഫി ഉലമാക്കളെ കുറിച്ച്. എന്നാൽ മുൻഗാമികൾ സഹാബികളും സഹാബികളുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന താബിഈയായിട്ടുള്ള ഹസൻ ബസീർ റഹിമഹുള്ളയും അന്ന് അങ്ങേയറ്റം അക്രമം പ്രവർത്തിച്ചിരുന്ന ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഹജ്ജാജിനെ പോലെ, ഇറാഖിന്റെ ഗവർണർ ആയിരുന്നു ഹജ്ജാജ്. വളരെ ഇറാഖിന്റെയും മഷ്രിഖിന്റെ ആ ഭാഗത്തുള്ള ബസ്ര ആവട്ടെ അതുപോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഗവർണർ ആയിരുന്നു ഹജ്ജാജ്. ഹജ്ജാജിന്റെ ഉപദ്രവം പല രീതിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഹസൻ ബസീർ റഹിമഹുള്ള ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്ന്, പക്ഷെ അതിനെതിരെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞ അത്രകൾ നമുക്ക് കാണാം. അതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അഖീദയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയാണ്. ഖാല ഹുമൈദുൻ ഖാദിമുൽ ഹസൻ, ഹസൻ ബസരിയുടെ ഖാദിമായിട്ടുള്ള ഹുമൈദ് ഒരിക്കൽ പറയുകയുണ്ടായി. അദ്ദേഹം പറയാണ്, കുൻതു ഇൻദൽ ഹസൻ യൗമൻ, ഞാൻ ഒരു ദിവസം ഹസൻ ബസരിയുടെ ഒപ്പമുണ്ട്. ഫജാഅഹു റജുലുൻ, ഒരാൾ വന്നു. വഖലാ ബിഹി, ഹസൻ ബസരിയുമായിട്ട് ഒറ്റക്ക് പോയി കുറച്ച് സംസാരിച്ചു. വശാവറഹു ഫിൽ ഖുറൂജി മഅ ഇബ്നിൽ അശ്അസ് അൽ ഹജ്ജാജ്, സംസാരിച്ച വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജാജ് ഇറാഖിന്റെ ഗവർണറായിരിക്കുന്ന കാലത്ത്, ഇറാഖിന്റെയും അതുപോലെ മഷ്രിഖുള്ള പ്രദേശത്തിനെല്ലാം ഗവർണറായിരിക്കുന്ന കാലത്ത് ഹജ്ജാജിന്റെ ഉപദ്രവം വളരെ വാലിമായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഹജ്ജാജ്. അപ്പൊ ഹജ്ജാജിനെതിരെ ആ ഹജ്ജാജിന്റെ കീഴിൽ തന്നെ ഇറാഖിലെ സൈന്യാധിപരായിട്ടുള്ള വ്യക്തിയായിരുന്നു ഇബ്നുൽ അശ്അസ്. ഇബ്നുൽ അശ്അസ് കുറെ ആളുകളെ കൂട്ടി ഇറങ്ങി പുറപ്പെട്ട് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് തകർന്നു പോയി. ഇബ്നുൽ അശ്അസ് നാട് വിട്ടു പോവുകയും വേറെ കുറെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇബ്നുൽ അശ്അസിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ ഹസൻ ബസ്രിയോട് വന്നിട്ട് ചർച്ച ചെയ്യാണ്. ഫഖാല, അപ്പോ ഇത് ചോദിച്ചപ്പോൾ ഹസൻ ബസ്രി ആ വ്യക്തിയോട് പറഞ്ഞു, ഇത്തഖില്ലാ യബ്ന അഖി, സഹോദര നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുള്ള ഹജ്ജാജിനെതിരെ ഇറങ്ങി പുറപ്പെടുന്ന ഇബ്നുൽ അശ്അസിന്റെ ഒപ്പം പോകട്ടെ എന്നുള്ള വിഷയത്തിൽ ചർച്ച ചെയ്യാമെന്ന വ്യക്തിയോട് പറഞ്ഞു, ഇത്തഖില്ലാ യബ്ന അഖി, സഹോദര നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. ഫഇന്ന ദാലിക മുഹറമുൻ അലൈക, അത് നിന്റെ മേലെ ഹറാമാണ്, ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുക എന്നുള്ളത്. വഗൈറു ജായിസിൻ ലക്, നിനക്കത് അനുവദനീയമല്ല. ഫഖുൽതു, അപ്പോൾ ഇത് കേട്ടു, ഇതിങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പൊ അടിമയായിട്ടുള്ള ആള് ഇത് കേട്ടപ്പോ ഹസൻ ബസ്രിയോട് ചോദിച്ചു, അസ്ലഹക അല്ലാഹ്, അല്ലാഹു നിങ്ങളെ നന്നാക്കട്ടെ. പൊതുവായിട്ടുള്ള കേടൊന്നുകൊണ്ട് നന്നാക്കട്ടെ എന്നല്ല, ഒന്നുകൂടി നന്നാക്കട്ടെ എന്നുള്ളതൊക്കെ പറയും. ലഖദ് കുൻതു അഅരിഫുക സയ്യിഅൽ ഖൗലി ഫിൽ ഹജ്ജാജ്, അപ്പൊ അടിമ ചോദിക്കുകയാണ്, നിങ്ങൾ പക്ഷെ ഹജ്ജാജിനെ പറ്റി മോശമായിട്ട് പറയുന്നത്, ഹജ്ജാജ് അത്ര നല്ല ശരിയല്ല എന്ന നിലക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. ഗൈറ റാളിൻ അൻ സീറതിഹി, ആ ഹജ്ജാജിന്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കൊരു തൃപ്തിയില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഫഖാല ലി, അപ്പോ ഹസൻ ബസ്രി അടിമയോട് പറഞ്ഞു, യാ അബുൽ ഹസൻ, യാ അബുൽ ഹസൻ, വൈമുല്ലാഹ്, അല്ലാഹുവാണ്, ഇന്നി അൽ യൗമ ലഅസ്വഉ ഫീഹി റഅയൻ, ഹജ്ജാജിനെ കുറിച്ച് ഏറ്റവും മോശപ്പെട്ട അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. വക്സറു അലൈഹി അത്ബൻ, ഹജ്ജാജ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ആക്ഷേപിക്കുന്ന ആളാണ് ഞാൻ. വശദ്ദു ദമ്മൻ, അങ്ങേയറ്റത്തെ ആ കുഴപ്പങ്ങളുണ്ട് എന്ന് പറയുന്ന ആളാണ് ഞാൻ. വലാകിൻ ലിതഅലം ആഫാകല്ലാഹ്, പക്ഷെ നീ മനസ്സിലാക്കണം, അല്ലാഹു നിനക്ക് ആഫിയത്ത് നൽകട്ടെ, അന്ന ജൗറൽ മുലൂകി നിഖമത്തും മിൻ നിഖമില്ലാഹി തആല, അക്രമിയായ ഭരണാധികാരികൾ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശിക്ഷയിൽപ്പെട്ട ഒരു ശിക്ഷയാണ്. വനിഖമുല്ലാഹി ലാ തുലാഖാ ബിസ്സുയൂഫ്, അള്ളാഹുവിന്റെ ശിക്ഷയെ വാളുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, നേരിടാൻ സാധിക്കില്ല. വഇന്നമാ തുത്തഖാ വതുസ്തദ്ഫഉ ബിദ്ദുആഇ വത്തൗബതി വൽഇനാബതി വൽഇഖ്ലാഇ അനിദ്ദുനൂബ്, അതിനെ തടയാനും അതിന് രക്ഷയേകാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും തൗബ ചെയ്യുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും പാപങ്ങൾ നിർത്തി അവസാനിപ്പിക്കുകയും എല്ലാം ചെയ്യലാണ്. ഇന്ന നിഖമല്ലാഹി മതാ ലുഖിയത് ബിസ്സുയൂഫ്, അള്ളാഹുവിന്റെ ശിക്ഷ വാളുകൊണ്ട് നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കാനത് ഹി അഖ്ത, അത് കൂടുതൽ ആ ശിക്ഷ കൂടി വരുന്ന അവസ്ഥ ഉണ്ടാവുള്ളൂ. വലഖദ് ഹദ്ദസനി മാലിക് ഇബ്നു ദിനാർ അന്നൽ ഹജ്ജാജ കാന യഖൂൽ, മാലിക് ഇബ്നു ദിനാർ എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട്, ഹജ്ജാജ് പറയാറുണ്ടായിരുന്നു ആളുകളോട്, ഇഅലമു അന്നകും കുല്ലമാ അഹ്ദസ്തും ദംബൻ, ജനങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ എപ്പോഴെല്ലാം പാപങ്ങൾ ചെയ്തു കൂട്ടുന്നുവോ അഹ്ദസല്ലാഹു മിൻ സുൽത്താനിക്കും ഉഖൂബതൻ, നിങ്ങളുടെ ഭരണാധികാരികളിൽ ശിക്ഷയായിട്ട് നിങ്ങളുടെ മേലെ അള്ളാഹു ഒരുക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹജ്ജാജ് നല്ലൊരു ഖത്തീബായിരുന്നു, നല്ല വായിലും നല്ല ഖത്തീബും. പിന്നെ ഈ ഹജ്ജാജ് പറയുമ്പോൾ അക്രമി എന്ന് പറയുമ്പോൾ ദീനായിട്ട് ഒരു അറിവില്ലാത്ത ആളൊന്നല്ല,
ദീനിയായിട്ട് അറിവുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ആ ഭരണാധികാരത്തിൽ അക്രമിയായിട്ടുള്ള ആളായിരുന്നു. പിന്നെ എന്നിട്ട് പറഞ്ഞു വലഖദ് ഹുദ്ദി, അപ്പൊ പറയാണ്, അപ്പൊ പിന്നെ ഹജ്ജാജ് തന്നെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാപം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ അധികാരികൾ ഇതുപോലെയാകുന്നത്. വലഖദ് ഹുദ്ദിസ്തു അന്ന ഖായിലൻ ഖാല ലിൽ ഹജ്ജാജ്, ഞാൻ എന്നോട് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരിക്കൽ ഹജ്ജാജിനോട് ഒരാൾ ചെന്ന് പറഞ്ഞു, ഇന്നക തഫ്അലു ബി ഉമ്മത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈത വകൈത, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് കൊണ്ട് ഇന്ന പോലെ ചെയ്യുന്നത്, അങ്ങേയറ്റത്തെ ഉപദ്രവങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞു. ഫഖാല, അപ്പൊ ഹജ്ജാജ് പറഞ്ഞു, അജൽ, അതെ അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ അന നിഖ്മത്തുൻ അലാ അഹ്ലിൽ ഇറാഖ്, ഇറാഖിന്റെ ആളുകൾക്ക് ഞാനൊരു ശിക്ഷയാണ്, ഞാൻ ഒരു ശിക്ഷയാണ്. ലമ്മ ഹദ്ദസു അഹ്ദസു ഫീ ദീനിഹിം മാ അഹ്ദസു, അവർ ദീനിൽ അവർ കടത്തിക്കൂട്ടിയതെല്ലാം കടത്തിക്കൂട്ടി. വതറകൂ മിൻ ശറാഇ നബിയിഹിം അലൈഹിസ്സലാം മാ തറകൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിൽ നിന്ന് അവർ ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കുകയും ചെയ്തു, അതിന്റെ ഫലമാണ് എന്ന് പറയുമായിരുന്നു. അതായത് പിന്നെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഖലീഫ ആയിരുന്ന കാലഘട്ടത്തിലാണ് ഹജ്ജാജ് ഇറാഖിന്റെയും അതുപോലെ മശ്രിഖിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങളുടെയും ഗവർണറായിട്ടുണ്ടാവുന്നത്. അപ്പൊ അദ്ദേഹം പറയുമായിരുന്നു ആളുകളോട്, നിങ്ങൾ ദീനിനെ കൈവിട്ടുകൊണ്ടും അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടും, അദ്ദേഹത്തിന്റെ ഒരു വാദമായിരിക്കാം, പക്ഷെ അതിലൊരു അർത്ഥമുണ്ട്, അതിലൊരു ശരിയുണ്ട്, അതുകൊണ്ട് അള്ളാഹ് ഒരുക്കിയിട്ടുള്ള ശിക്ഷയാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇതില് ഹസൻ ബഷീർ റഹ്മത്തുള്ളാഹി പറഞ്ഞ കാര്യം, ഒരു അക്രമിയായ ഭരണാധികാരി ഉണ്ട് എങ്കിൽ അത് ആ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടോ യുദ്ധം ചെയ്തുകൊണ്ടോ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടോ എന്ത് ചെയ്യാൻ പോകുന്നില്ല, അത് അവസാനിക്കാൻ പോകുന്നില്ല. അത് അള്ളാഹുവിനുള്ള ശിക്ഷയാണ്. അത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ് വേണ്ടത്. വഖീല, മറ്റൊരു സംഭവം, സമിഅ അൽ ഹസൻ റജുലൻ യദ്ഉ അലൽ ഹജ്ജാജ്, ഒരിക്കൽ ഹസൻ ബസീർ റഹിമഹുല്ലാഹ് കേൾക്കുകയുണ്ടായി ഒരു വ്യക്തി ഹജ്ജാജിനെതിരെ ദുആ ചെയ്യുന്നത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ തഫ്അൽ, നീ അങ്ങനെ ചെയ്യരുത്. റഹിമക്കല്ലാഹ് ഇന്നകും മിൻ അൻഫുസികും ഊതീതും, ഈ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തിൽ നിന്നുള്ളതാണ് കിട്ടുന്നത്. ഇന്നമാ നഖാഫു ഇൻ ഉസ്ലൽ ഹജ്ജാജ്, ഹജ്ജാജ് എങ്ങാനും ഒഴിവാക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടുന്നു, ഔമാത്ത, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ, അൻ യലിയകുമുൽ ഖിറദതു വൽ ഖനാസിർ, കുരങ്ങന്മാരും പന്നികളും നിങ്ങളുടെ ഭരണാധികാരികളായി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുകയുണ്ടായി. അതായത് അവരവർ ചെയ്ത പാപത്തിന്റെ ഫലമാണ് അനുഭവിക്കുന്നത്. ഭരണാധികാരിക്കെതിരായിക്കൊണ്ട് ദുആ ചെയ്തരുത്, നല്ല നന്മ വരുത്താനാണ് ദുആ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വലഖദ് ബലഗനി, എന്നെ അറിയിച്ചിട്ടുണ്ട്, അന്ന റജുലൻ കതബ ഇലാ ബഅദി സ്സാലിഹീന യശ്കു ഇലൈഹി ജൗറൽ ഉമ്മാൽ, ഒരിക്കൽ സ്വാലിഹായ ഒരു വ്യക്തിക്ക് ചില ആളുകൾ കത്തെഴുതി, അവരുടെ അധികാരികളായിട്ടുള്ള ആളുകളുടെ ഉപദ്രവവും എല്ലാം പറഞ്ഞുകൊണ്ട്. ഫകതബ ഇലൈഹി, അപ്പോൾ അവർ തിരിച്ചെഴുതി, യാ അഖി, സഹോദര, വസലനി കിതാബുക തദ്കുറു മാ അൻതും ഫീഹി മിൻ ജൗറിൽ ഉമ്മാൽ, നിങ്ങളുടെ ഭരണാധികാരിയുടെ അക്രമം പറഞ്ഞുകൊണ്ടുള്ള എഴുത്തിക്ക് കിട്ടിയിട്ടുണ്ട്. വഇന്നഹു ലൈസ യൻബഗി ലിമൻ അമില ബിൽ മഅസിയ അൻ യുൻകിറൽ ഉഖൂബ, പാപം ചെയ്യുന്ന ഒരാൾക്ക് യോജിച്ച കാര്യമേ അല്ല അതിന്റെ ശിക്ഷയെ പറ്റിയിട്ട് ഇങ്ങനെ എതിർത്തുകൊണ്ട് പറയാന്നുള്ളത്. അതായത് പാപം ചെയ്ത ഒരാൾക്ക് ആ ശിക്ഷ എന്താണ്, അവന് അർഹത ഉള്ളതാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകൾക്ക് യോജിച്ച കാര്യമല്ല അതിന്റെ ശിക്ഷനെ എതിർത്ത് പറയാന്നുള്ളത്. വമാ അബുന്നുല്ലദി അൻതും ഫീഹി ഇല്ലാ മിൻ ശുഅ്മിദ് ദുനൂബ് വസ്സലാം, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ പാപത്തിന്റെ അനന്തരഫലമല്ലാതെ ഒന്നുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, സലാം എന്ന് പറഞ്ഞുകൊണ്ട് അടന്നു. അതായത് ദീനിയായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്നാണ് പറയുന്നത്. അടുത്തൊരു വൈഫായ ഒരു ഹദീസാണ്, വായിക്കുന്നില്ല. വഖാല അൽ അശ്അസ്, മറ്റൊരു സംഭവം, كنت عند الأشعث رحمه الله പറയാണ്, كنت عند الحسن حين دخل عليه رجل مصفر كأنه من أهل البحرين, ഒരിക്കൽ ബഹ്റൈൻ ഭാഗത്ത്, ഇന്നത്തെ ബഹ്റൈൻ അല്ല അന്നുണ്ടായിരുന്ന ബഹ്റൈന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തി ഹസൻ ബസീറിന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ അബാ സഈദ്, യാ അബൂ സഈദ്, ഇന്നി ഉരീദു അൻ അസ്അലക അനിൽ ഗുലാത്ത്, ഭരണാധികാരികളെ കുറിച്ചൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫഖാല അൽ ഹസൻ, ഹസൻ പറഞ്ഞു, സൽ അമ്മാ ബദാലക്, എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചോ. ഫഖാല മാ തഖൂലു ഫീ അഇമ്മത്തിനാ ഹഉലായി, ഈ അക്രമികളായിട്ടുള്ള ഭരണാധികാരികളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ എന്താ പറയാനുള്ളത് ചോദിച്ചു. ഖാല ഫസകത ബലിയൻ, ഹസൻ ബസരി കുറച്ചു നേരം മിണ്ടാതിരുന്നു. തുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, വമാ അസാ അൻ അഖൂല ഫീഹിം, അവരുടെ വിഷയത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, വഹും യലൂന മിൻ ഉമൂരിനാ ഖംസൻ, മുസ്ലിമീങ്ങളുടെ 5 കാര്യങ്ങൾ അവര് ഏറ്റെടുത്തിട്ടുള്ളതാണ്. ഭരണാധികാരികളുടെ മേലെ ഏറ്റെടുത്തിട്ടുള്ള 5 കാര്യങ്ങൾ അവർക്കുണ്ട്, മുസ്ലിമീങ്ങളുടെ പൊതുവായിട്ടുള്ളത്. ഒന്ന് ജുമുഅ, ഭരണാധികാരിയാണ് ഒരു നാട്ടിലെ ജുമുഅ നടത്തേണ്ടത്.
രണ്ട് ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് ഇമാമ് അന്ന് കാലത്ത് ഭരണാധികാരികളാണ്, അല്ലെങ്കിൽ ഭരണാധികാരി ഏൽപ്പിക്കുന്ന ആളുകൾ. വൽ ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധാർജിത സ്വത്ത്. വസുഗൂർ അതിര്, ഓരോ നാടിന്റെയും അതിര് കാക്കുന്നത്. വൽ ഹുദൂദ് ശിക്ഷ നടപ്പിലാക്കുന്നത്, ഓരോ കുറ്റത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? ഭരണാധികാരിക്കാണ്. കൊലപാതകത്തിനോ വ്യഭിചാരത്തിനോ ഉള്ള ശിക്ഷ നടപ്പിലാക്കേണ്ട ബാധ്യത ഉണ്ട്. ഈ 5 കാര്യങ്ങൾ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുത്തിട്ടുള്ളതാണ്. വല്ലാഹി മാ യസ്തഖീമുദ്ദീനു ഇല്ലാ ബിഹിം, അതുകൊണ്ട് തന്നെ അവരില്ലാതെ, ഭരണാധികാരി ഇല്ലാതെ എന്താവില്ല, ദീന് നേരെ ചൊവ്വേ നിലനിൽക്കൂല. വ ഇൻ ജാറു വ ഇൻ ബലമു, ഇനി അവരെത്ര ഉപദ്രവിച്ചാലും എത്ര അതിക്രമം ചെയ്താലും, വല്ലാഹി ലമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്സറു മിമ്മാ യുഫ്സിദൂൻ, ആ ഭരണാധികാരി ഉണ്ട് എങ്കിൽ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളെക്കാൾ നന്മ അവരെ കൊണ്ട് അള്ളാഹു ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. വല്ലാഹി ഇന്ന തആഅതഹും ലഗിബ്ത വ ഇന്ന ഫുർഖതഹും ലകുഫ്റുൻ, അവരെ അനുസരിക്കുക എന്നുള്ളതിലാണ് നന്മ, അവരോട് എതിരാവുക എന്നുള്ളത് കുഫ്ർ പോലെ ഗൗരവമുള്ള ഒരു കാര്യമാണ്, തെറ്റാണ് എന്ന് ഹസൻ ബസ്രി റഹിമഹുള്ള പറയാം. അതായത് അറിയപ്പെട്ട ഒരു കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ള എല്ലാം പറഞ്ഞു കാണാം, ഒരു 60 വർഷം അക്രമിയായ ഭരണാധികാരിക്ക് കീഴിലുണ്ടാവലാണ് കുറച്ചു നേരം ഒരു ഭരണാധികാരി ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്ന്. കാരണം മുസ്ലിമീങ്ങളുടെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ജമാഅത്തായി നടക്കേണ്ടതാണ്. ആ ജമാഅത്തായിട്ട് ഒരു സംഘം ഉണ്ടാവണമെങ്കിൽ അതിന് എന്ത് വേണം? അമീർ ഉണ്ടാവണം. അമീർ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? സമഉൻ തആഅത്തും ഉണ്ടാവും, കേൾവി അനുസരണം ഉണ്ടാവണം. അതല്ലെങ്കിൽ ഒരു അമീർ നിലനിൽക്കൂല. എന്തുണ്ടായാലും അമീറിനെ എതിരിറങ്ങി പുറപ്പെട്ടാലോ ആ സിസ്റ്റം അവിടെ ഉണ്ടാവൂല. അപ്പൊ അവരെ കൊണ്ട് ഉണ്ടാവുന്ന ഫസാദുകളെക്കാൾ നന്മ അവരെ കൊണ്ട് അള്ളാഹു ഉണ്ടാക്കും എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവം അപ്പൊ ഇത് കേട്ടപ്പോൾ, ഈ ബഹ്റൈനിൽ നിന്ന് വന്ന ആളോട് ഇത് പറഞ്ഞപ്പോൾ, ഫഖാല റജുലു, അയാൾ തിരിച്ചു പറഞ്ഞു, യാ അബാ സഈദ്, യാ അബൂ സഈദ്, വല്ലാഹി ഇന്നി ലദൂ മാലിൻ കസീർ, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. അയാൾ പറയാണ്, അല്ലാഹുവാണ്, എനിക്ക് ധാരാളം സമ്പത്തുണ്ട്. വമാ യസുറുനി അൻ യകൂന ലി അംസാലു, പക്ഷേ അതൊന്നും ഇതുപോലെ ആകുന്നില്ല. വഅന്നി ലം അസ്മഅ മിൻകല്ലദീ സമിഅതു, നിങ്ങൾ ഈ പറഞ്ഞതിനേക്കാൾ വലുതൊന്നുമല്ല സമ്പത്ത്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാനൊന്നും കേട്ടിട്ടില്ല. ഫജസാകല്ലാഹു അനിദ്ദീനി വഅഹ്ലിഹി ഖൈറാ, അല്ലാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഉള്ളൂ ഈ ഒരു ഫസ്ൽ അവസാനിക്കാൻ. വസുഇലൽ ഹസനു അനിൽ ഹജ്ജാജ്, മറ്റൊരിക്കൽ ഹജ്ജാജിനെ കുറിച്ച് ഹസൻ ബസ്രി റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യത്ലു കിതാബല്ലാഹ്, ഹജ്ജാജ് അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവനാണ്. വയഇദു വഅലൽ അബ്റാർ, പുണ്യം ചെയ്യുന്ന ആളുകളെ പോലെ ഉപദേശിക്കുന്നവനാണ്, നല്ലൊരു ഖതീബായിരുന്നു കാണാം. വയുത്ഇമു തആം, ആളുകളെ ഭക്ഷിപ്പിക്കുന്നവനാണ്. വയുസിറു സിദ്ഖ്, സത്യസന്ധത കാണിക്കുന്നവനാണ്. വയബുത്തി ശുബത്തുൽ ജബ്ബാരീൻ, വളരെയധികം കഠിനമായി ശിക്ഷിക്കുന്ന ആളുകളെ പോലെ ശിക്ഷിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞു. ഖാലു ഫമാ തറാ ഫിൽ ഖിയാമി അലൈഹി, അപ്പോൾ ആളുകൾ ചോദിച്ചു, അയാൾക്കെതിരെ, ഹജ്ജാജിനെതിരെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന നിൽക്കുന്നതിന്റെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ പറഞ്ഞു, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വതൂബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. യക്ഫികും ജൗറഹു, അവന്റെ അക്രമം തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന ഇൻദല്ലാഹി ഹജ്ജാജീന കസീറൻ, അല്ലാഹുവിന്റെ അടുക്കൽ വേറെയും കുറെ ഹജ്ജാജുകളുണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഹജ്ജാജിനെതിരെ ഇറങ്ങി പുറപ്പെട്ടിട്ട് നിങ്ങൾ ജയിച്ചാൽ തന്നെയും അടുത്തത് വേറെ വരുന്നത് വേറെ ഹജ്ജാജികൾ അള്ളാഹുവിന്റെ അടുക്കലുണ്ട്, അവിടെ ഇറങ്ങി പുറപ്പെടരുത് എന്ന് പറഞ്ഞു. വക്കാന യഖൂൽ, അതുപോലെ ഹസൻ ബസ്രി പറയാറുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് ഈ കിതാബിൽ തന്നെ വായിച്ചിട്ടുള്ള ഒരു അസറാണ്, ഹൗലാഇ യഅനി അൽ മുലൂക്, ഇങ്ങനെയുള്ള ഈ ഭരണാധികാരികൾ, അതായത് അക്രമം പ്രവർത്തിക്കുന്ന ഭരണാധികാരി, അവരുടെ അവസ്ഥയെ പറ്റി പറയാണ്. വൈൻ റഖസത് ബിഹിമുൽ ഹമാലീജു, അതേ ആ ഭരണാധികാരിക്ക് കീഴിൽ അവരുടെ മൃഗങ്ങളൊക്കെ ഒതുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണെങ്കിലും, വവതി അന്നാസു അഖാബഹും, ആ ജനങ്ങളെല്ലാം അവരുടെ പിന്നിൽ അണിനിരക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഫൈന്ന ദുല്ലൽ മഅസിയ ഫീ ഖുലൂബിഹിം, അവരുടെ ഉള്ളിൽ എന്തുണ്ടാകും? അവർ ചെയ്യുന്ന ഈ പാവങ്ങളുടെ ദില്ലത്ത് അവരുടെ ഉള്ളിലുണ്ടാകും. ഇല്ല അന്നൽ ഹഖ് അൽസമന തആഅതഹും, പക്ഷെ നമ്മുടെ മേലെയുള്ള ബാധ്യത എന്താണ്? അവരെ അനുസരിക്കുക എന്നുള്ളതാണ്. വമനഅനാ മിനൽ ഖുറൂജി അലൈഹിം, അവരുടെ എതിരെ ഇറങ്ങി പുറപ്പെടുക എന്ന് നമ്മുടെ മേലെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. വഅമറനാ അൻ നസ്തദ്ഫിഅ ബിത്തൗബതി വദ്ദുആഇ മളറതഹും, അവരുടെ ഉപദ്രവങ്ങളെ പ്രതിരോധിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തൗബയും അതുപോലെ തന്നെ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയുമാണ്. ഫമൻ അറാദ ബിഹി ഖൈറൻ ലസിമ ദാലിക് വഅമില ബിഹി വലം യുഖാലിഫു, ആരാണോ ഖൈർ ഉദ്ദേശിക്കുന്നത് അവർ ഈ ഒരു മാർഗത്തിലായി നിൽക്കും, ഇതിനോടെതിരായി നിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ എത്ര ആക്ഷേപങ്ങൾ ഉണ്ടായാലും ഭരണാധികാരികളെ, ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലുള്ള ഒരു അറിയപ്പെട്ട ഒരു ആള്, അയാള് സലഫി ഉലമാക്കളെ പറ്റി പറഞ്ഞത് ഭരണാധികാരികളോട് അങ്ങേയറ്റം ഒരു വളരെ മോശപ്പെട്ട രീതിയിലുള്ള വാക്കുകളോടൊക്കെ പറയുന്നത് കാണാം.
സലഫി ഉലമാക്കൾ അവർക്കെതിരെ ഇറങ്ങി പുറപ്പെടരുത്, അങ്ങനെ നിൽക്കണം, ഈ ഒരു ഇതിൽ നിൽക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പല രീതിയിൽ അവർ രാജാക്കന്മാരുടെ കീഴിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പാദസേവകരായി നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഹൈദിന്റെയും നിഫാസിന്റെയും പണ്ഡിതന്മാർ അവർക്കെതിരെ ഒന്നും പറയാത്തതുകൊണ്ട് അല്ലാത്ത ദീനി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് കാണാം. പക്ഷെ സഹോദരങ്ങളെ, ഇതൊരിക്കലും എന്തല്ല ഒരു ഇതൊരിക്കലും എന്തോ ഭീരുത്വമോ അങ്ങനൊന്നുമല്ല. ഇതാണ് ദീന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലഫുകൾ കാണിച്ചത് ഈ മാർഗ്ഗമാണ്. അത് സ്വബറാണ്. അതിന്റെ അവസാനത്തിൽ വിജയം ഉണ്ടാവും. അല്ലാതെ ഇറങ്ങി പുറപ്പെട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ചരിത്രത്തിൽ അന്നും ഇന്നുമെല്ലാം പാഠമായിട്ട് നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഭരണാധികാരിക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതിന്റെ മുൻഗാമികൾ തന്നെ ഗൗരവത്തിൽ അതിനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അതാണ് യഥാർത്ഥ ഹക്കും, യഥാർത്ഥ ദീനും, യഥാർത്ഥ മൻഹജും. ഇനി ഒരു ഫസ്ല് കൂടി കിതാബിലുണ്ട്. അത് പൊതുവായിട്ടുള്ള ഹസൻ ബസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ ഉപദേശങ്ങളും അതുപോലെ തന്നെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളുമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുൻകടന്നു പോയിട്ടുള്ള മുൻഗാമികളെ പോലെ ജീവിതത്തിൽ കാര്യങ്ങൾ പകർത്താനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും എല്ലാം നമുക്ക് തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹ്.